അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പതിവ് പോലെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി, നിശബ്ദ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ്സും ആരംഭിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാനും ദൈവത്തിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ അപേക്ഷിക്കാനും നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇത് GHK എന്ന് പറയുന്ന ശാസ്ത്രം ഇന്നേ വരെ ലോകം കണ്ടതിൽ ഏറ്റവും വിപ്ലവകരമായ ഒരു ശാസ്ത്രമാണെന്നും ആരോഗ്യം, രോഗം, സൗഖ്യം ഈ മേഖലകളിൽ എൻ്റെ അറിവിൽ, എൻ്റെ അഭിപ്രായത്തിൽ GHKക്കാളും മെച്ചമായിട്ട് ഒരു കാഴ്ചപ്പാടില്ല എന്നുള്ളത് കൊണ്ട് ഇത് പഠിക്കുന്നവർക്ക് രോഗമെന്ന ആ പ്രതിഭാസത്തെക്കുറിച്ച് ഉള്ള ഭയം ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ള പരിപൂർണ ബോധ്യമുള്ളത് കൊണ്ടും ആണ് ഈ ക്ലാസ്സുകൾ മുടങ്ങാതെ നടത്തിക്കൊണ്ടു പോകാനായിട്ട് എൻ്റെ കഴിവിൻ്റെ എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നത്. കൂടെ ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ഭംഗിയായിട്ട് പോകുന്നു. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഡോക്ടർ ഹാമർ എല്ലാ രോഗങ്ങളെയും, നമ്മൾ രോഗങ്ങൾ എന്നറിയപ്പെടുന്ന എല്ലാ രോഗങ്ങളെയും 5 ബയോളജിക്കൽ ലോസ് എന്ന അടിസ്ഥാന പ്രമാണങ്ങളുടെ ഫ്രെയിംവർക്കിലാണ് പഠിക്കുന്നത്. അത് തന്നെ ഒരു ശാസ്ത്രീയമായ കാര്യമാണ്. കാരണം ഇന്നത്തെ ലോകത്തില് വൈദ്യശാസ്ത്ര മേഖലകളിൽ വിവിധങ്ങളായിട്ടുള്ള ബ്രാഞ്ചസിലെ മൊഡാലിറ്റീസില് ഒന്നും എന്തുകൊണ്ട് രോഗമുണ്ടാകുന്നു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ കാരണങ്ങളാണ്. അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ വിശദീകരണമായിട്ട് കണക്കാക്കുന്നവരുണ്ടാവാം. പക്ഷെ ഇതങ്ങനെയല്ല എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഒറ്റ ബോധ്യത്തോടു കൂടിയാണ് നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഇവിടെ മലയാളം ക്ലാസ്സുകൾ നടക്കുന്നു. ഇന്റർനാഷണൽ അല്ലെ ഗ്ലോബൽ GHK പ്ലാറ്റ്ഫോമിൽ എല്ലാ ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചകളിലും 2 വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമാണ്. 8 മണിക്ക് ഞായറാഴ്ചയുള്ളത് ഗ്ലോബൽ GHK എന്ന പ്ലാറ്റ്ഫോമാണ്. ബുധനാഴ്ച 9 മണിക്കുള്ളത് ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് എങ്ങനെ GHK അല്ലെങ്കിൽ GN ഉപയോഗപ്പെടുത്താം എന്നുള്ള അറിവ് തരാൻ വേണ്ടി പ്രഗത്ഭരായ ഹോമിയോപ്പതി ഡോക്ടർമാരാണ് ക്ലാസ് എടുക്കുന്നത്. ഇതിലേക്ക് രണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ്. അത് പെയ്ഡ് വെബിനാർസ് ആണ്. വളരെ നോമിനലായിട്ടുള്ളൊരു ഫീസ് കൊടുത്തിട്ട് നിങ്ങൾ അതിൽ സഹകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു. ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ അറിഞ്ഞതുപോലെ സ്കിൻ അല്ലെങ്കിൽ തൊലി, സ്കിൻ ഡിസീസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ഒരുപക്ഷെ എന്നെ ശ്രമിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ അവർ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് സ്കിൻ ഡിസീസസ് എന്ന് യാതൊരു സംശയം കൂടെ എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾക്കെല്ലാം ധാരാളം അനുഭവമുണ്ട്. പക്ഷെ ആ അനുഭവം എല്ലാം GHK പഠിക്കുന്നതോടുകൂടി വളരെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പോവുകയാണ്. നമ്മൾ ഇതുവരെയും ധാരാളം ഡിസീസസ്, കിഡ്നി, ലങ്സ്, അതൊക്കെ പഠിച്ചപ്പോഴും, അല്ലെ ലിവർ, ബോഡി, ഇൻഡസ്റ്റൈൻ, ഇതൊക്കെ പഠിച്ചപ്പോഴും നമ്മൾ വ്യത്യസ്തമായ എൻഡോഡയം, മീസോഡയം, എക്ടോഡയം, ഇങ്ങനെ വ്യത്യസ്തമായ ജെർമിനൽ ലെയേഴ്സിൽ നിന്ന് ഒറിജിൻ ചെയ്യുന്നതാണ് പഠിച്ചത്. ഈ കഴിഞ്ഞ 2 ക്ലാസ്സിൽ, അതായത് ബ്രസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്, ഇന്ന് നമ്മൾ വീണ്ടും സ്കിന്നിൽ തന്നെയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ സ്കിന്നിൽ നിന്നാണ് ബ്രസ്റ്റ് ഗ്ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു വിധത്തിൽ പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ഇവിടെ 2 ജെർമിനൽ ലെയർ മാത്രമേ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ, സ്കിൻ ഡിസീസിലെല്ലാം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ബ്രസ്റ്റ് ഗ്ലാൻഡ് അതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം. 2 ജെർമിനൽ ലെയറിൽ നിന്നുള്ളതാണ് പഠിച്ചത്. പക്ഷെ അതിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപഭാഗങ്ങളെല്ലാം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ക്ലാസ് നടത്തും. അവസാനം നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, സംശയങ്ങൾ ചോദിക്കാം. എന്നാലാവുന്ന പോലെ സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ കുറച്ച് പിക്ചേഴ്സ് പതിവ് പോലെ ഷെയർ ചെയ്യാം. കാരണം അത് learninggmm.com തന്നെയാണ് ഞാനത് എടുത്തിരിക്കുന്നത്. പക്ഷേ
നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഒരുപക്ഷെ സാധാരണ അത് കാണാതെ പോയെങ്കിലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണല്ലേ, നിങ്ങൾ കാണേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങളത് കാണണം. ഈ പടങ്ങൾ ഞാനൊരു പക്ഷെ വ്യക്തിപരമായി പറയുവാണെങ്കിൽ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും, എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല. അതുമാത്രം വായിച്ച് വായിച്ച് തറവാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ വായിക്കുകയും പരിചയപ്പെടുകയും ചെയ്യണമെന്നുള്ള റിക്വസ്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഈ ഇമേജസും കൂടെ ഞാൻ ഇതിൽ അവതരിപ്പിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കിട്ടുന്നതാണ് learninggmm.com. അവിടെ നിന്നാണ് ഞാൻ ഇതെല്ലാം കോപ്പി ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിനെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനുള്ളത്. അപ്പൊ ആദ്യത്തെ സ്ലൈഡിലേക്ക് പോവുകയാണ്. നിങ്ങൾ കാണുന്ന പോലെ കൊറിയം സ്കിൻ. അപ്പൊ സ്കിന്നിന്റെ 2 ലെയർ ആണ് ഇന്ന് പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ സ്കിന്നിന്റെ 2 ലെയറേ ഉള്ളൂ. ഇപ്പൊ നമ്മളെല്ലാം മലയാളികളായതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും വളരെ നന്നായിട്ട് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്. കപ്പ അല്ലെങ്കിൽ മരച്ചീനി. നിങ്ങൾ മരച്ചീനി കിഴങ്ങിനെ കുറിച്ച് സങ്കല്പിക്കുക. അതിന് 2 പീൽ ഉണ്ട്, 2 കവറിങ്. ഒന്ന് തിക്കാണ്, അതിന്റെ സ്ഥാനമാണ് കോറിയം സ്കിൻ. ഒരു തിന്നാണ് ഔട്ടർ സ്കിൻ, അതിന് എപ്പിഡെർമിസ് എന്ന് പറയും. അത് നമ്മൾ ഇതിന് ശേഷം. അപ്പൊ ഈ 2 ലെയർ ഓഫ് സ്കിൻ മാത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന വ്യത്യസ്തമായ രോഗ വ്യവസ്ഥകൾ അല്ലെങ്കിൽ രോഗ അവസ്ഥകൾ വളരെ വ്യത്യസ്തമാണ്. അതിന് കാരണങ്ങൾ ഇതെല്ലാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ സ്കിൻ ഡിസീസസ് ഇൻ ദി ഫ്രെയിംവർക്ക് ഓഫ് പെർസ്പെക്റ്റീവ് ഓഫ് GHK ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. എങ്ങനെയാണ് GHK എന്ന് ശ്രമിക്കുന്ന എല്ലാവർക്കും തൊലി അറിയാം. കാരണം നമ്മളെല്ലാവരും തൊലിയാൽ ആവരണം ചെയ്യപ്പെട്ടവരാണ്. അതുകൊണ്ട് തൊലിപ്പുറത്തുണ്ടാകുന്ന എല്ലാ രോഗങ്ങളേക്കും ഓരോ വ്യക്തിയും എന്നെ ശ്രമിക്കുന്ന 10-20 പേരുണ്ട് ഇപ്പോൾ. ഇവർക്കെല്ലാം വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഡോക്ടർമാർക്ക് ഒരു അഭിപ്രായമുണ്ട്. ഇതെന്താ അലർജിയാണ്, ഇതെന്താ തണുപ്പടിച്ചിട്ടാണ്, ഇതെന്താ ചൂടടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ ക്ലോറിൻ കലക്കിയ വെള്ളത്തിൽ കുളിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പല 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 തെറ്റിദ്ധാരണകൾ നമ്മൾ അവസാനം മനസ്സിലാക്കും. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഡോക്ടർ ഹാമർ നമ്മളോട് പറയുകയാണ്. എങ്ങനെയാണ് GHKയിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ 2 സ്കിൻ ലെയർ ആണുള്ളത്, 2 പീൽ, 2 തൊലിക്ക് 2 ഘടകങ്ങൾ. അതിപ്പോ നമ്മൾ അണ്ടർനീത്ത് ആയിട്ടുള്ള, നിങ്ങൾക്ക് ആ പടത്തിൽ കാണുന്ന പോലെ തന്നെ അടിയിലുള്ള കൂടുതൽ കട്ടിയുള്ള, ഇപ്പോൾ മരച്ചീനിയെ കുറിച്ച് വീണ്ടും ഉദാഹരണം പറയുകയാണെങ്കിൽ മേലെയുള്ള തൊലി വളരെ തിന്നാണ്, താഴെയുള്ളത് കുറച്ചുകൂടെ കട്ടിയാണ്. അത് ചിലപ്പം വെളുത്തിട്ടുണ്ടാവും, ചിലപ്പം ചുമന്നിട്ടുണ്ടാവും. അതിന്റെ കാറ്റഗറി അല്ലെന്താ അതിന്റെ ബ്രീഡ് അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ സ്പീഷീസ് അനുസരിച്ച് കപ്പ വ്യത്യസ്തമായിരുന്നു. എന്തായാലും ആ കട്ടിയുള്ളത് തന്നെയാണ് സമാനമായിട്ടുള്ള ഒരു തൊലി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്കിന്നെ പിടിക്കുവാണെങ്കിൽ, ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് കൊറിയം സ്കിൻ ആണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഡെർമിസ് എന്ന് പറയും. പക്ഷെ അതിന്റെ മേലെയുള്ള തൊലി ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള അതാണ് എപ്പിഡെർമിസ്. അത് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ സ്കിന്നിന്റെ വ്യത്യസ്തമായ ബ്രെയിൻ കൺട്രോൾ വായിക്കും. നമ്മൾ 2 ലെയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് രണ്ടും 2 ബ്രെയിൻ ഭാഗത്ത് നിന്നാണ് കൺട്രോൾ ചെയ്യുന്നതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം. എന്തുകൊണ്ട് മനോഹരമാണെന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം വിശദീകരിക്കാൻ പറ്റും സ്കിന്നിന്റെ മേലെയുള്ളത്. കാരണം ഈ 2 ബ്രെയിൻ കൺട്രോളിംഗ് സെന്റർ എങ്ങനെ അത് വ്യത്യസ്തമായിരിക്കുന്നു, എങ്ങനെയാണ് അത് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ഹീലിംഗ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നും കൂടെ നിങ്ങൾ 5 ബയോളജിക്കൽ ലോസിന്റെ കൂടെ പഠിക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ബ്രെയിൻ കൺട്രോൾ, അതായത് കൊറിയം സ്കിൻ എന്ന് പറയുന്ന ഡെർമിസ് എവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ പറയാൻ പോവാണ്. അതുപോലെ എപ്പിഡെർമിസ് എവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത്, ഇതും കൂടെ നിങ്ങൾ കണിശമായിട്ട് പഠിച്ചിരിക്കണം. അതിൻ്റെ കൂടെ തീർച്ചയായിട്ടും 2 വ്യത്യസ്തമായ കോൺഫ്ലിക്ട്സുകളാണ്, സൈക്കിക് കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ബയോളജിക്കൽ കോൺഫ്ലിക്ട്സ് ആണുണ്ട്. അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ 5 ബയോളജിക്കൽ ലോസിന്റെ ഫ്രെയിംവർക്കിൽ പഠിക്കുമ്പോൾ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി എന്ത് സംഭവിക്കുന്നു, ഡ്യൂറിങ് ഹീലിംഗ് എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഈ 2 ലെയറുകളാണ്. ഓരോ ലെയറിനെ കുറിച്ചും അതിന്റെ ബ്രെയിൻ കൺട്രോൾ നമ്മൾ പഠിക്കും, അതിന്റെ ബയോളജിക്കൽ കോൺഫ്ലിക്ട്സ് നമ്മൾ പഠിക്കും. അപ്പോൾ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ എന്താണ് സിംറ്റംസ് എന്ന് പഠിക്കും, ഹീലിംഗ് ഫേസിൽ എന്താണ് സിംറ്റം. അപ്പൊ അതോടു കൂടി നമ്മൾ ധാരാളം ക്ലിനിക്കൽ കണ്ടീഷൻസ്, നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ക്ലിനിക്കൽ കണ്ടീഷൻസിനെ കുറിച്ച് ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിൽ അല്ലാതെ ഒരു വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇന്നു മുതൽ നിങ്ങൾ അതിനെ കാണാനായിട്ട് പോവുകയാണ്.
ചില ക്രോണിക് ഡിസീസസ് ഉണ്ടാവും സ്കിന്നിൽ, വർഷങ്ങളായിട്ടുള്ള ചൊറിച്ചില്, വർഷങ്ങളായിട്ടുള്ള മുടി കൊഴിച്ചില്, വർഷങ്ങളായിട്ടുള്ള അൾസേഴ്സ്, സോറിയാസിസ്, ഇങ്ങനെ പല രീതിയിലുള്ളതും പല നാൾ നീണ്ടു പോകുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ് അത് നമ്മൾ പഠിക്കുന്നത്? ട്രാക്ക് ആണ് അല്ലെങ്കിൽ ഹാങ്ങിങ് ആണ്. അതുകൊണ്ടാണ് ക്രോണിസിറ്റി ഇൻ കേസ് ഓഫ് GHK എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് മ്യാസം ഓഫ് കോഴ്സ് അവിടെ ഉണ്ട്, ക്രോണിക് ഡിസീസിന്റെ ബിഹൈൻഡ് ആയിട്ട് ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് അറിയാവുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല. അത് പറയാൻ ഒത്തിരി പറയേണ്ടതായിട്ട് വരും, അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ഹാങ്ങിങ് ഹീലിംഗ്, അതായത് ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ആ കോൺഫ്ലിക്റ്റ് റിമൂവ് ചെയ്യാത്തിടത്തോളം കാലം അതിനെ നമ്മൾ ഹാങ്ങിങ് എന്ന് പറയും. ദാറ്റ് ഈസ് നോട്ട് ബീങ് ടേക്കൺ എവേ. അത് ഇല്ലാതെ ആയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പത്തോളജി എന്ന് നമ്മൾ പറയാറില്ല, ആ ഒരു അവസ്ഥ വളരെ നാൾ നീണ്ടു നിൽക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ അതിന്റെ അനാറ്റമി എന്ന് പറയും, അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഈ രണ്ട് ലെയറിനെ കുറിച്ച് അതിന്റെ വ്യത്യസ്തമായി. കാരണം നമ്മൾ ഈ കപ്പത്തൊലിയെ കുറിച്ച് വീണ്ടും പറയുകയാണ്, അതിന്റെ മേലെ തൊലി പോലെ വളരെ നേർത്തതാണ് ഈ പുറമേ ഉള്ള എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. പക്ഷെ ഡെർമിസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാവുന്ന അത്രയും കട്ടിയുള്ള ഒരു ഒരു ഭാഗമാണ് ഡെർമിസ് എന്നും, അല്ലെങ്കിൽ അണ്ടർ സ്കിൻ എന്ന് പറയും. എന്തായാലും കട്ടിയുള്ള ഭാഗം. ഇതിന്റെ ഫങ്ഷൻ എല്ലാം വ്യത്യസ്തമാണ്, അതിന്റെ എവല്യൂഷൻ വ്യത്യസ്തമാണ്, ഡെവലപ്മെന്റ് വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ എംബ്രിയോളജിക്കൽ ഡിഫറൻസസ് നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചിരിക്കണം. ഇതെല്ലാം ഇന്റർപ്രിട്ടേഷൻ ഓഫ് GHK വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു, ഡെർമിസ് ആണ് കട്ടിയുള്ള ഭാഗം. അത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളെയും പൊതിഞ്ഞ് സൂക്ഷിക്കാൻ മാത്രം ഉള്ള കട്ടിയുള്ളതാണ്. കാരണം നമ്മൾ എവല്യൂഷന്റെ ഭാഗമായിട്ട് കരയിലേക്ക്, മത്സ്യത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് വന്നപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട വിസറൽ ഓർഗൻസ് എല്ലാം, വിസറ മാത്രമല്ല പ്ലൂറ ക്കുള്ളിലുള്ള, ചെസ്റ്റിലുള്ളത്, അല്ലെങ്കിൽ വയറിനുള്ളിലുള്ളത്, അല്ലെ പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം പൊതിഞ്ഞു സൂക്ഷിക്കാൻ വേണ്ടി ഈ എവല്യൂഷന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ഒരു ഭാഗമാണ് കൊറിയം സ്കിൻ. കൊറിയം സ്കിൻ ഓൾഡ് ബ്രെയിൻ കൺട്രോൾഡ് ആണ്. അതുപോലെ ഓൾഡ് എന്താ നമ്മൾ പറയാം, നമ്മൾ എൻഡോഡേം കഴിഞ്ഞ് ഓൾഡ് മീസോഡേം കഴിഞ്ഞിട്ടാണ്, ന്യൂ മീസോഡേം കഴിഞ്ഞിട്ടാണ് എക്ടോഡേമൽ. ആ ഒരു ഹൈറാർക്കി, ആ ഒരു പ്രയോറിറ്റി നമ്മൾ ഈ സ്കിന്നിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴും നമുക്കുണ്ടായിരിക്കണം. അപ്പൊ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ ആണ് സ്കിന്നിന്റെ മൊത്തത്തിലുള്ളത്. പക്ഷെ പെരിഫറൽ ആയിട്ട് ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നതിന് കുറച്ചുകൂടെ വ്യത്യസ്തതയിലാണ് ആ ഒരു പ്രൊട്ടക്ഷൻ നടക്കുന്നത്. അപ്പം എന്താണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? ഒരു ഹ്യൂമൻ ഓർഗാനിസം ഈ ഭൂമിയിൽ, ഈ ഭൂതലത്തിൽ നമ്മൾ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും പല വിധത്തിലുള്ള അറ്റാക്ക്, ആ അറ്റാക്കിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്രയും കട്ടിയുള്ള ഒരു തൊലി പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഡെർമിസ് എന്ന് പറയുന്നതിന്റെ മജോറിറ്റി ഓഫ് ദി ടിഷ്യൂസ്, ഒത്തിരി കണ്ടന്റ്സ് ഉണ്ട്, പക്ഷെ അതിൽ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലനോസൈറ്റ്സ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ്. മെലനോസൈറ്റ്സ് അറിയാം നിങ്ങൾക്ക്, സ്കിന്നിന് കളർ കൊടുക്കുന്ന പ്രോട്ടീനാണ് മെലാനിൻ. ആ മെലാനോസൈറ്റ്സ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ കളർ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ എന്തുകൊണ്ട് യൂറോപ്യൻസ് അമേരിക്കൻസിനൊക്കെ വൈറ്റ് കളർ, നമുക്ക് ഡാർക്ക് കളർ എന്നൊക്കെ പറയുമ്പോൾ ആ ഡാർക്ക് കളറിന്റെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി ചെയ്യുന്നത് ഈ മെലനോസൈറ്റ്സ് കൂടുതലായിട്ടുള്ള, അല്ലെ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡെർമിസിന്റെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നത്. എപ്പിഡെർമിസ് അല്ല എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. സൂപ്പർഫിഷ്യൽ അല്ല നമ്മുടെ കളർ ഓഫ് ദി സ്കിൻ, കാരണം അത് കുറച്ചുകൂടെ ഡീപ്പാണ്. ഇപ്പൊ മെലാനിൻ ഞാൻ പറഞ്ഞു, അതാണ് നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്നത്. നമ്മൾ ഒരാള് ഫെയർ ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ അയാളുടെ സ്കിന്നിൽ ചില പ്രത്യേക രോഗങ്ങൾ വരുമ്പോഴും, രോഗങ്ങൾ എന്ന് പറയുന്ന അവസ്ഥകൾ വരുമ്പോഴും നമ്മൾ ഈ പറയുന്ന മെലാനിൻ പ്രൊഡക്ഷൻ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കുന്ന അവസ്ഥകൾ നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മുടി, നമ്മുടെ നഖം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കളർ കൊടുക്കുന്നത് ഈ മെലാനിൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് മെലാനിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അൾട്രാ വയലറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെലാനിൻ വളരെ ഉപയോഗപ്രദമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു ഷീൽഡ് പോലെ, ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആയിട്ടാണ് ഈ UV റേഡിയേഷൻ എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഡെർമിസിൽ ഇത്രമാത്രം മെലാനിൻ പിഗ്മെന്റേഷൻ വെച്ചിരിക്കുന്നത്. ഇനി അത് നമ്മൾ ഇനി പറയും, അത് കൂടുതൽ റേഡിയേഷൻ വന്നാൽ, അല്ലെ കൂടുതൽ എക്സ്പോഷർ ടു സൺ
ഹീറ്റ് അല്ലെങ്കിൽ ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ഡാർക്ക് ആകും എന്നൊക്കെ ഉള്ളതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല, ഇതിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഫങ്ഷൻ ഉണ്ട്. ഒന്ന് സെബേഷ്യസ് ഗ്ലാൻഡ്സ് ആണ്. നമ്മുടെ സ്കിന്നിന് എപ്പോഴും ഒരു മോയ്സ്ചർ കൊടുക്കുന്ന സെബം എന്ന് പറയുന്ന ഒരു എക്സിഷൻ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബേഷ്യസ് ഗ്ലാൻഡും ഈ പറയുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സെബേഷ്യസ് ഗ്ലാൻഡ്സ് ഉണ്ട്, സ്വെറ്റ് ഗ്ലാൻഡ്സും അതിൽ തന്നെയാണ്. അപ്പൊ സ്വെറ്റ് ഗ്ലാൻഡ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, നമ്മൾ ബ്രസ്റ്റ് പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞത് ഡെർമിസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഗ്ലാൻഡാണ്. അതുകൊണ്ടാണ് അതിന്റെ കൺട്രോളിങ് സെന്ററും കൊറിയം സ്കിന്നിന്റെ കൺട്രോളിങ് സെന്ററും ഒരേ സ്ഥലത്തായിരിക്കുന്നത്. അത് എന്താണെന്ന് ഞാൻ പറയാം. അത് സെറിബെല്ലമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കൊറിയം സ്കിൻ അത് പ്രൊട്ടക്ഷനാണ്, അറ്റാക്കിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ പ്രൊട്ടക്റ്റീവ് കവറിങ്സ് എല്ലാം, അത് നമ്മൾ പല അവയവം പഠിച്ചു. ബ്രസ്റ്റ് മാത്രമല്ല, പ്ലൂറ, പെരിക്കാർഡിയം, പെരിട്ടോണിയം, അല്ലെങ്കിൽ ടൂണിക്ക വജൈനാലിസ്, സ്ക്രോട്ടത്തിന്റെ, ഇങ്ങനെയുള്ള എല്ലാ കവറിങ് ഓഫ് ദി ഇമ്പോർട്ടന്റ് ഓർഗൻസിന്റെയും കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലമാണ്. അതുകൊണ്ട് ഈ കൊറിയം സ്കിന്നിനെയും കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലമാണ്. ഈ ഇതിന്റെ ഒറിജിൻ നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ജർമ്മനൽ ലെയറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ കൊറിയം സ്കിൻ എന്ന് പറഞ്ഞാൽ എൻഡോഡേം അല്ല, പക്ഷെ ഓൾഡ് ബ്രെയിൻ തന്നെയാണ് അത് അത് ഫോം ചെയ്യുന്നത്. അതിനെ കൊണ്ട് നമുക്ക് ഓൾഡ് മീസോഡേം എന്ന് പറയാം. നിങ്ങൾ ഓർക്കുന്നുണ്ട്, എൻഡോഡേം, ഓൾഡ് മീസോഡേം, ന്യൂ മീസോഡേം, എക്ടോഡേം. അതിൽ നമ്മൾ രണ്ടാമത്തെ. അപ്പൊ അത് ഓൾഡ് ബ്രെയിനിന്റെ ഭാഗം അല്ല, സോറി, ഓൾഡ് ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന ടിഷ്യൂ ആണ്. അപ്പൊ ജർമ്മൻ ലെയർ തന്നെ വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ എൻഡോഡേം കഴിഞ്ഞ് മീസോഡേമായി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിലെ ഓൾഡ് മീസോഡേമിൽ നിന്നാണ് കൊറിയം സ്കിൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ബ്രെയിൻ കൺട്രോൾ വെരി 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 ഇമ്പോർട്ടൻറ്റ്. കാരണം അത് നമുക്ക് ഒത്തിരി ഒത്തിരി സൈമൾട്ടേനിയസ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തരും. അത് സെറിബെല്ലമാണ്. സെറിബെല്ലം നിങ്ങൾക്കറിയാം, അത് അടുത്ത പടത്തിൽ നമുക്ക് കാണാൻ പറ്റും. സെറിബെല്ലത്തിന്റെ നമ്മൾ നേരത്തെ ബ്രസ്റ്റ് ഗ്ലാൻഡ് നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്യാൻ സാധിക്കും. രണ്ട് എക്സ്ട്രീമില്, ലെഫ്റ്റ് റൈറ്റില്, റൈറ്റ് ബ്രസ്റ്റും ലെഫ്റ്റ് ബ്രസ്റ്റും കൺട്രോൾ ചെയ്യുന്ന കേന്ദ്രങ്ങൾ നിങ്ങൾക്കറിയാം. ഇത് സെറിബെല്ലം കൺട്രോൾ ചെയ്യുന്ന ഓർഗൻസ് മുതൽ ഈ ക്രോസ് ഓവർ കോറിലേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ബ്രസ്റ്റ് ഗ്ലാൻഡ് കൺട്രോൾഡ് ബൈ ദി റൈറ്റ് സൈഡ് ഓഫ് ദി സെറിബെല്ലം എന്ന് പറയുന്ന പോലെ, റൈറ്റ് ബ്രസ്റ്റ് ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ലെഫ്റ്റ് സൈഡ് ഓഫ് ദി സെറിബെല്ലം എന്ന് പറയുന്നത് പോലെ തന്നെ കൊറിയം സ്കിന്നിനും നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. ആ കോൺസെൻട്രിക് സർക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ കൊറിയം സ്കിന്നിനും അതിന്റെ മൈലിൻ ഷീത്ത് റൈറ്റ് ബോഡി സൈഡ്, അതായത് ക്രോസ് ഓവർ കോറിലേഷൻ. ഇപ്പൊ റൈറ്റ് സൈഡ് ഓഫ് ദി സ്കിന്നിന്റെ കൊറിയം സ്കിന്നെ കൺട്രോൾഡ് ബൈ ദി ലെഫ്റ്റ് സെറിബെല്ലവും, ലെഫ്റ്റ് സൈഡ് ഓഫ് ദി സ്കിന്നിന്റെ കൊറിയം സ്കിൻ അല്ല, ഡെർമിസ്, കൺട്രോൾഡ് ബൈ ദി റൈറ്റ് സൈഡ് ഓഫ് ദി സെറിബെല്ലവുമാണെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അപ്പൊ ഈ എവല്യൂഷൻ എന്തുകൊണ്ടാണ് ഈ പടം സെറിബെല്ലത്തിന്റെ കൂടെ നമ്മൾ പല പല കൺട്രോളിങ് സെന്റർ നിങ്ങൾക്ക് അവിടെ കാണാം. പ്ലൂറ കാണാം, പെരിട്ടോണിയം കാണാം, മൈലിൻ ഷീത്ത്, അത് ബ്രെയിനിന്റെ മൈലിൻ ഷീത്താണ്. ഇതെല്ലാം ഇവിടെ നിന്നാണ് അത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. കാരണം മൈലിൻ ഷീത്തിന് ഈ റൈറ്റ് ലെഫ്റ്റ് എന്നുള്ളത് അല്പം വ്യത്യാസമാണ്. ബാക്കി എല്ലാം ക്രോസ് ഓവർ കോറിലേഷൻ ഉണ്ട്. പെരിക്കാർഡിയത്തിന് എന്തുകൊണ്ടാണ് റൈറ്റ് സെറിബെല്ലം കൺട്രോളിങ് ദി റൈറ്റ് പെരിക്കാർഡിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിപ്പോ നമ്മുടെ ചർച്ചാ വിഷയമല്ല, നമ്മൾ അടുത്ത ദിവസം നമ്മൾ ഹാർട്ടിലേക്ക് പോകും. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് എ 180 ഡിഗ്രീസ് ഒരു ട്വിസ്റ്റ് വന്നു ഡ്യൂ ടു ദി പ്രഷർ ഓഫ് ദി ഇൻഫ്ലോയിങ് ബ്ലഡ് ആൻഡ് ഔട്ട് ഗോയിങ്. അപ്പോൾ ഒരു ട്വിസ്റ്റ്, ഒരു 180 ഡിഗ്രി. അതുകൊണ്ടാണ് അവിടെ പെരിക്കാർഡിയത്തിന് റൈറ്റ് സൈഡ് കൺട്രോൾഡ് ബൈ ദി റൈറ്റ് സെറിബെല്ലം. അതിപ്പോ നമുക്ക് ചർച്ച ചെയ്യേണ്ട, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്, കൂടുതൽ സമയം എടുക്കുകയും ചെയ്യും. ഇപ്പൊ ബ്രസ്റ്റ് ഗ്ലാൻസ് എങ്ങനെയാണോ ഈ പറയുന്ന ഓൾഡ് മീസോഡേമിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നതല്ല, നമ്മുടെ ബ്രസ്റ്റ് ഗ്ലാൻഡ് അല്ല, സ്കിന്നിന്റെ സെബേഷ്യസ് ഗ്ലാൻഡ് അല്ലെങ്കിൽ സ്വെറ്റ് ഗ്ലാൻസ് നിന്നും ആണ് ശരിക്കും പറഞ്ഞാൽ ബ്രസ്റ്റ് ഗ്ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന്റെ കൺട്രോളിങ് മെക്കാനിസവും അതേപോലെ തന്നെ വരുന്നത്. അപ്പൊ ബ്രസ്റ്റ് ഗ്ലാൻസ് ഇവോൾവ് ഫ്രം ദി സ്വെറ്റ് ഗ്ലാൻസ് ഇൻ ദി കൊറിയം സ്കിൻ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ പിക്ചർ നിങ്ങൾ ഒരു കാരണവശാലും മറന്നു കളയരുത്. അതിന്റെ വാല്യൂ വളരെ കൂടുതലാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.
ഈ എപ്പിഡെർമിസ് മാത്രമാണ് 2 ഓർഗൻസിൽ കവർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ അവയവത്തിന്റെ ബോഡിയുടെ കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട് എപ്പിഡെർമിസ്. അതിന്റെ അടിയിൽ ഡെർമിസ് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, 2 ഓർഗൻ, ഒന്ന് ക്ലൈറ്റോറിസ് ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽ ആൻഡ് 2 ഗ്ലാൻസ് പെനിസ് ഇൻ ദ കേസ് ഓഫ് മെയിൽ. ഈ 2 ഓർഗൻസിലും ഡെർമിസ് കവർ ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അതിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ്, അത് സെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സെൻസേഷൻ കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ അനുമാനിക്കുന്നു. കാരണം അവിടെ അത്രമാത്രം അറ്റാക്ക് വരുന്ന ഓർഗൻ അല്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പ്രകൃതി അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം അതിന് കവേർഡ് ബൈ ദി എപ്പിഡെർമിസ് മാത്രമേ ഉള്ളൂ. ക്ലൈറ്റോറിസിന്റെ ഹെഡ്, പെനീസിന്റെ ഹെഡ്, അതായത് ഗ്ലാൻസ് പെനിസിൽ. അവിടെ കോറിയം സ്കിൻ കവറിങ് ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. ഞാൻ പറഞ്ഞു പല പ്രാവശ്യം, കൺട്രോൾഡ് ബൈ ദി സെറിബെല്ലമാണ്. റൈറ്റ് ബോഡി ഹാഫ് ലെഫ്റ്റ് സെറിബെല്ലമാണ്, ലെഫ്റ്റ് ബോഡി ഹാഫ് റൈറ്റ് സെറിബെല്ലമാണ്. അതുകൊണ്ട് തന്നെ ക്രോസ് ഓവർ കോറിലേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. ബ്രെയിൻ ടു ഓർഗൻ. മൈലിൻ ഷീത്ത് കൺട്രോൾഡ് ഫ്രം ദി സെയിം ബ്രെയിൻ റിലേ. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദി കോൺഫ്ലിക്ട്, ബയോളജിക്കൽ കോൺഫ്ലിക്ട് ദാറ്റ് അഫക്ട്സ് ദി ഡെർമിസ് ഓഫ് ദി സ്കിൻ അല്ലെങ്കിൽ കൊറിയം സ്കിൻ? അതാണ് അറ്റാക്ക് കോൺഫ്ലിക്റ്റ്. ഇത് നിങ്ങൾ മറന്നു പോകരുത്. അറ്റാക്ക്. അപ്പോൾ എവിടെ ഒരു അറ്റാക്ക് വരുന്നു അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് കൊറിയം സ്കിന്നിന്റെ ഫങ്ഷൻ. ഈ അറ്റാക്ക് എന്നുള്ള വാക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക, അതൊരു ഇൻവേർട്ടഡ് കോമാസിൽ ഇടുക. കാരണം അതൊരു ഫിഗറേറ്റീവ് വേയിൽ നമ്മൾക്കൊരു അറ്റാക്ക് ആയിട്ടും ഉണ്ടാകുമ്പോഴും ഇതേ സ്കിൻ തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത്. കാരണം ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെർബൽ അറ്റാക്ക്, ഒരു ഇമോഷണൽ അറ്റാക്ക്, അല്ലെങ്കിൽ ഒരു നമ്മളെ, അത് എക്സാമ്പിൾ ഞാൻ പറയാം, ഇങ്ങനെയുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകുന്ന അവസരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും ഈ കൊറിയം സ്കിൻ തന്നെയാണ് അവിടെ ചേഞ്ചസ് വരുത്തുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നുപോയത്. അപ്പം ഈ അറ്റാക്ക് കോൺഫ്ലിക്റ്റിന്റെ കൂടെ തന്നെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് സോയിൽഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. സോയിൽഡ് സെൻസേഷൻ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട്, അല്ലെങ്കിൽ ഡിസ്ഫിഗർമെന്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. അഴുക്ക് പറ്റി, സംതിങ് ഡേർട്ടി അറ്റാക്ഡ് മീ, അല്ലെങ്കിൽ സംതിങ് ഡേർട്ടി ടച്ച്ഡ് മീ വിച്ച് ഐ ഡിഡിന്റ് ലൈക്ക്. അതാണ് അറ്റാക്ക്. അത് പല സാഹചര്യങ്ങളിലും ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ കൊറിയം സ്കിന്നാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അറ്റാക്ക് കോൺഫ്ലിക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ പോകണം. പോയി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ടൈം ലൈനാണ് ഇമ്പോർട്ടൻറ്റ്. എന്നാണ് ഈ ഒരു പ്രത്യേക അവസ്ഥ സ്റ്റാർട്ട് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, യെസ്, അന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പം ഡിസ്ഫിഗർമെന്റ് കോൺഫ്ലിക്റ്റ് എന്താണ്? എൻ്റെ മുഖം വികൃതമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രത്യേക ഓർഗൻ, എൻ്റെ ബ്രസ്റ്റ് വികൃതമാണ്, അല്ലെങ്കിൽ എൻ്റെ കൈക്ക് ഷേപ്പില്ല, അല്ലെങ്കിൽ മൂക്കിന് ശരിയല്ല, ഇങ്ങനെയൊക്കെ പറയുന്ന നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗനെ കുറിച്ച് നമുക്ക് ഡിസ്ഫിഗർമെന്റ്, എൻ്റെ ഫിഗർ നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ഈ ഡെർമിസിന്റെ ആക്ടിവിറ്റി ഉണ്ടാകും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഈ ഡിസ്ഫിഗർമെന്റ് കോൺഫ്ലിക്റ്റ് വരുമ്പോഴും റിയാക്ട് ചെയ്യുന്ന ഒരു ഓർഗനാണ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് അതിനെ വിശദീകരിച്ച് പറയാണ്. ഫീലിംഗ് സോയിൽഡ് സെൻസേഷൻ, അതൊരു കോൺഫ്ലിക്റ്റ് ആണ്. സോയിൽഡ് എന്ന് പറഞ്ഞാൽ അഴുക്ക് പറ്റി എന്നുള്ളതാണ്. നമ്മൾ തുണിയൊക്കെ സോയിൽഡ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി അലക്കാനായ, അല്ലെങ്കിൽ വൃത്തികെട്ടു, അല്ലെങ്കിൽ അത് അഴുക്ക് പറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത് തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ ഡിസ്ഫിഗർമെന്റ് കോൺഫ്ലിക്റ്റ്, എൻ്റെ നല്ല ഇമാജിനേഷനുള്ള നല്ല ഫിഗർ എനിക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നതും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ വരുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മെലനോമ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. മെലനോട്ടിക് മെലനോമ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ മെലാനിൻ പിഗ്മെന്റേഷന്റെ ഹൈപ്പർ പിഗ്മെന്റേഷൻ വളരെ കൂടുതലായിട്ട് കളർ ഉള്ളത് കൊണ്ടാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മെലനോമ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും അവിടെ ഒരു ഫിസിക്കൽ ഓർ ഇമോഷണൽ അറ്റാക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അറ്റാക്ക് ക്യാൻ ബി ഫിസിക്കൽ. അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കുറ്റി കൊണ്ടു, എന്തെങ്കിലും ഒരു തറച്ചു, ആണി തറച്ചു, അല്ലെങ്കിൽ ഒരു ആരെങ്കിലും വടി കൊണ്ട് അടിച്ചു, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടായി, ഒരു ട്രോമ ഉണ്ടായി. അങ്ങനെ ആകുമ്പോഴും ബോഡി അവിടെ റിയാക്ട് ചെയ്യുന്നത് ഡെർമിസ് ആണ് മീഡിയേറ്റ് ചെയ്യുന്നത്. അവിടെ കൂടുതൽ പിഗ്മെന്റേഷനും തിക്കനിങ്ങും ഹാർഡനിങ്ങും ഒക്കെ വരുത്തിക്കൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹിറ്റ് ആകാം, ഒരു ഇടിയാകാം, ഒരു ബ്ലോ ആവാം, അടിയാവാം, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റിന്റെ ഭാഗമായിട്ടോ ഇവിടെ ഒരു ഹാർഡ് സ്കാർ ടിഷ്യൂ ഉണ്ട്, അത് ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം ഉണ്ടായതാണ് എന്നൊക്കെ പറയും. അതുകൊണ്ട് മിക്കവാറും എല്ലാ സ്കാർ ടിഷ്യൂവിലും ഈ മെലാനോമ ഫോർമേഷൻ അതിന്റെ ഒരു ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അതിൻ്റെ കൂടെ. പലപ്പോഴും സ്പോർട്സ് ഇഞ്ചുറി, നമ്മൾ ഓടി ചാടി കളിക്കുന്നു, ഫുട്ബോൾ
അല്ലെങ്കിൽ സ്പോർട്സിൽ വരുമ്പോഴും അവിടെ ഇഞ്ചുറി വന്നു കഴിഞ്ഞാലും അതൊരു അറ്റാക്കാണ്. പിന്നെ മ്യൂച്വൽ ഫൈറ്റ് ബിറ്റ്വീൻ ടു അനിമൽ ലാംഗ്വേജ് ആണ്, ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ് ഉണ്ടായെങ്കിൽ വരാം, അല്ലെങ്കിൽ വിത്ത് ആൻ അനിമൽ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് വരാം. അനദർ ഏരിയ ഈസ് ഈ സർജറി. സപ്പോസ് ടുമോറോ ഐ എം ഗോയിങ് ടു അണ്ടർഗോ എ സർജറി. അപ്പോൾ ബോഡി ഈസ് ട്രൈങ് ടു പ്രൊട്ടക്ട് ഫ്രോം ഫർദർ. ഒരു നീഡിൽ ബയോപ്സി എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ടാപ്പിംഗ് ഓഫ് ദി ഫ്ലൂയിഡ് ഫ്രോം ദി അസൈറ്റിസ് അബ്ഡോമിനൽ പെരിട്ടോണിയത്തിൽ നിന്ന് ഫ്ലൂയിഡ് ടാപ്പ് ചെയ്യാൻ പോവാണെന്ന് അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഒരു യെസ് പെരികാർഡിയൽ ടാപ്പിംഗ്, അല്ലെങ്കിൽ പെരിട്ടോണിയൽ ഫ്ലൂയിഡ് ടാപ്പിംഗ്. ഇതെല്ലാം ഒരു സർജറിയുടെ ആണെങ്കിലും എല്ലാം സർജിക്കൽ ഇന്റർവെൻഷന്റെ ഭാഗമായിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പോലും ആ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം, ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അറ്റാക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇതുപോലെയുള്ളത് ഒരെണ്ണം ഉണ്ടാകാനുള്ള സാധ്യത. അപ്പൊ ബയോപ്സി, ഇഞ്ചക്ഷൻ, ചിലർക്ക് ഭയങ്കര ഇഞ്ചക്ഷൻ പേടിയാണ്. അപ്പൊ പേടിയുള്ളവർക്ക് അവിടെ നിങ്ങൾക്ക് ഒരു സ്കാർ ടിഷ്യൂ എന്ന് പറയുന്നത് ഉണ്ടാവും, അവിടെ ഡിസ്കളറേഷൻ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ ഈ പ്രോസസ്സാണ് നടക്കുന്നതെന്ന് ഓർക്കുക. someone was സ്റ്റാബിങ് ഇഞ്ചുറി, അല്ലെങ്കിൽ അനിമൽസ് ബൈറ്റിങ്, ഇതെല്ലാം ഉണ്ടാവാം. പിയേഴ്സിങ് ആയിട്ടുള്ള ഒരു 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 പെയിൻഫുൾ ആയിട്ടുള്ള സംഗതി ഉണ്ടായി കഴിഞ്ഞാലും അവിടെയെല്ലാം ഇതേപോലത്തെ ഇതുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കേസ് എടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഓർക്കേണ്ടത് ഇത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി മാത്രമല്ല, പലപ്പോഴും വെർബൽ അറ്റാക്സും ഇതേപോലെയുള്ള ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാം. കാരണം അതെല്ലാം നമ്മളെ പ്രിവെന്റ് ചെയ്യുവാണ്. അറ്റാക്കിന്റെ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെർമിസ് വരുന്നത്. അപ്പം വെർബൽ അറ്റാക്ക് എങ്ങനെയാണ്? എന്താ പറയുക, എനിമി ആവണമെന്നില്ല, നമ്മുടെ ഒപ്പോണന്റ് ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ നിയർ വൺ ആയിരിക്കും, നമ്മുടെ പേരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കുട്ടിയായിരിക്കും. ഇതൊക്കെ എല്ലിങ് അറിയാം, വളരെ ഷീക്കിംഗ് നോയ്സിൽ കേഴ്സ് ചെയ്യുന്ന പോലെയുള്ള വളരെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം വല്ലാതെ നമ്മളെ അറ്റാക്ക് ചെയ്താൽ, അല്ലെങ്കിൽ വല്ലാതെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഒരു വെർബൽ അറ്റാക്ക് ആയിട്ട് കൂട്ടാൻ പറ്റും. സ്കോൾഡിങ്, വളരെ സീരിയസ് ആയിട്ടുള്ള സ്കോൾഡിങ്, അല്ലെങ്കിൽ ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സെൻസിറ്റിവിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ദി ഇന്റൻസിറ്റി ഓഫ് ദി കോൺഫ്ലിക്റ്റ്. അത് നേരത്തെ എല്ലാത്തിലും പറയേണ്ട കാര്യമില്ല. സ്കോൾഡിങ്, ഇൻസൾട്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ഡീപ്പായിട്ടുള്ള ഇൻസൾട്ട് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും ഇവിടെ ഈ മെലനോമ ഫോർമേഷൻസ് ഉണ്ടാകാം. അപ്പൊ അതിനകത്ത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഡീഫെയിമേഷൻ, നമുക്ക് വളരെ നമ്മുടെ ഫെയിം കളയുന്ന രീതി ഡീഫെയിമേഷൻ, അല്ലെ ഡിസ്ക്രിമിനേഷൻ, ഐ വാസ് നോട്ട് ഗിവൺ ദി റൈറ്റ് പൊസിഷൻ, ചാൻസ്, ഓപ്പർച്യൂണിറ്റി, അങ്ങനെയുള്ള സമയത്ത് നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ വീണ്ടും നമ്മൾ ഇതുപോലെയുള്ള അതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഗനിൽ, സ്കിൻ കവറിങ്ങിൽ, ഡെർമിസിൽ ഇതുപോലെയുള്ള ഹൈപ്പർ പിഗ്മെന്റേഷനും മെലനോമ ഫോർമേഷനും ഉണ്ടാകും. അപ്പോൾ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, സ്റ്റാബിങ് ഫ്രം ദി ബാക്ക്, അല്ലെ സ്റ്റാബിങ് ഇൻ ദി ബാക്ക്. എന്താണ്? നമ്മളെ നേരിട്ട് അറ്റാക്ക് ചെയ്യാതെ ചിലപ്പോൾ ബാക്കിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതൊരു സ്റ്റാബിങ് ഫ്രം ദി ബാക്ക് ആണ്. അപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മളെ നേരെ വന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തവര് ബാക്കിൽ നിന്നും ബാക്ക് ബൈറ്റിങ്, അങ്ങനെ പല വേർഡ്സ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോ വേറൊരു ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്റലിജൻസ് അറ്റാക്ക് വരും. ചിലപ്പോൾ നിന്നെ കൊണ്ട് എന്തിനും കൊള്ളാം, നീ എന്ത് കാണിച്ചു, അല്ലെങ്കിൽ നിന്റെ എന്താ നീ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇന്റലിജൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലും അതൊരു അറ്റാക്കാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത്, ഇന്നും ജീവിച്ചിരിക്കുന്ന എൻ്റെ ബഹുമാന്യായ ഒരു വളരെ ഡിക്റ്ററ്റോറിയൽ, വളരെ അധികം പഠിപ്പിക്കുന്ന, വളരെയധികം കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഈ പുള്ളിക്കാരന്റെ പേഴ്സണാലിറ്റി എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. ഹി കനോട്ട് ബെയർ എനി കോൺട്രഡിക്ഷൻ. അപ്പൊ എന്താണ്, ഇവിടെ ഒരു റൈറ്റ് സൈഡിലുള്ള ഫോർഹെഡിൽ ദർ വാസ് എ ട്യൂമർ ലൈക്ക് ഡെവലപ്മെന്റ്. അപ്പൊ അതും അറ്റാക്കാണ്. ഇന്റലിജൻസ് അറ്റാക്ക് ഓൾവേസ് ഗോസ് ടു ഫോർഹെഡ് ഓർ ഹെഡ്, ഈ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പൊ അവിടെ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള അതും ഇൻസൾട്ട് ഓവർ ഓൺ വൺസ് ഇന്റലിജൻസ് ആണ്. ഇനി വേറൊരു ഉപയോഗമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സെക്സി റിമാർക്സ് ഓൾവേസ് ഗോസ് ബിയോണ്ട് ബിലോ ദി വേസ്റ്റ്, പഞ്ച് ബിലോ ദി വേസ്റ്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. മാറ്റി പിടിക്കുക അല്ലെങ്കിൽ അവിടെ വേണ്ട, അതൊക്കെ ഒഴിവാക്കുക എന്നൊക്കെ പറയും. അതായത് ബിലോ ദി വേസ്റ്റ് ഒരു എക്സ്പ്രഷൻ ആണ്. അത് ഒരു സ്ട്രേറ്റ് വേ അല്ല, ഒരു ഡേർട്ടി കമന്റ് ആയിരിക്കും, ഡേർട്ടി റിമാർക്സ് ആയിരിക്കും. അതൊക്കെ നമ്മളെ ബിലോ ദി വേസ്റ്റ് അഫെക്ഷൻ നടത്താറുണ്ട്. അപ്പോൾ ഒഫെൻസീവ് വേർഡ്സ്, വെർബൽ അറ്റാക്സ് എന്നതാണ് നമുക്ക് വളരെ ടോക്സിക് ആയിട്ട് തോന്നുകയും നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന റിമാർക്സും ഇതുപോലെ തന്നെ നമ്മളെ ബാധിക്കാറുണ്ട്. ഇപ്പൊ സോയിൽഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോഴത്തെ അതൊന്ന് വിശദീകരിക്കുവാണെങ്കിൽ, ഒരു ഡേർട്ട് ചിലപ്പോൾ നമുക്ക്
ചിലപ്പം ഡേർട്ട് ഫീസിസ് ആയിരിക്കും, വോമിറ്റസ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്ക്രീറ്റി ആയിരിക്കും, ഡെഡ് മെറ്റീരിയൽ ആയിരിക്കും. ഇതൊക്കെ അത് ഹൗ വി അക്സെപ്റ്റ് ഇറ്റ് അല്ല ഹൗ വി ബെയർ ഇറ്റ്, ഇതിനെ അനുസരിച്ചിട്ടാണ് അതിന്റെ അറ്റാക്ക് ഇന്റൻസിറ്റി വരുന്നത്. അപ്പോൾ ചിലർക്ക് ഫോർ എക്സാമ്പിൾ ഡോക്ടർ ആണ്, അല്ലെങ്കിൽ ഒരു ഒരു സ്വീപ്പർ ആണെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽ ഈസ് നോട്ട് ഗോയിങ് ടു മേക്ക് എ കോൺഫ്ലിക്റ്റ്. പക്ഷെ അതേപോലെ വേറൊരു സോഫിസ്റ്റിക്കേറ്റഡ് രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ആ ഒരു ഡേർട്ട് ലൈക്ക് ഫീസിസ്, യൂറിൻ, അല്ലെ വോമിറ്റസ്, വോമിറ്റ്, ബ്ലഡും സോയിൽഡ് ഫീലിംഗ് വരും ചിലപ്പോൾ. സ്വെറ്റ്, ഇഫ് സംബഡി ഈസ് ടു മച്ച് സ്വെറ്റിംഗ്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ വല്ലാതെ സ്വെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സം പീപ്പിൾ മേ ബി മെയിൽ ഓൾസോ, ഐ ഹാഡ് പേഷ്യൻസ് ഓൾസോ, മെയിൽ ഓർ ഫീമെയിൽ, വെരി ഡർട്ടി ഫീലിംഗ് ടുവേഴ്സ് സിമൻ. അപ്പോൾ ഒരു സെക്ഷൽ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തില്ലാത്തൊരവസ്ഥയൊക്കെ വരുമ്പോൾ അപ്പൊ സിമൻ ടച്ച് ചെയ്താലും വല്ലാതെ സോയിൽഡ് ഫീലിംഗ് ഉള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഡർട്ടി എന്ന് പറയുന്ന ആ ഡേർട്ട് എന്ന് പറയുന്ന നമ്മുടെ മൈൻഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഡർട്ടി ഫീലിംഗ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് വേർഡ്സ് ആവാം, ഡർട്ടി വേർഡ്സ് ആവാം, ഡർട്ടി ഗോസിപ്പ് ആവാം. ഇതെല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറയുന്നത് എ സോയിൽഡ് കോൺഫ്ലിക്റ്റ്. സംടൈംസ് ഇറ്റ് ക്യാൻ ബി എ കോണ്ടാക്ട് വിത്ത് എ റിപ്പൾസീവ് പേഴ്സൺ. ഒരു വ്യക്തി നമുക്ക് ഒട്ടുമേ ബെയർ ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരികയോ നമ്മളെ അറ്റാക്ക് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ വി വിൽ ബി ഹാവിങ് ദ സെയിം തിങ്. പിന്നെ വളരെ എൻ്റെ അനുഭവത്തിലുള്ളതാണ്, വളരെ കൂടുതൽ പേർക്ക് ഇൻഫെക്ഷനെ പേടിയുള്ളവരുണ്ട്. ആ ആളിൽ നിന്നും എനിക്ക് രോഗം പകരുമോ, ആ ആളുടെ കൂടെ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം വൈഫിന് ഇങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നു, അവളുടെ കൂടെ കിടന്ന അന്ന് മുതൽ, മാരേജ് ആയ ദിവസം മുതൽ, അത് എനിക്ക് കേസൊക്കെ ഉണ്ട്, അത് പറഞ്ഞാൽ പറയാം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴത്തേക്ക്, അന്ന് മുതൽ ശരീരത്തിൽ എവിടെയെല്ലാം ടച്ച് ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം ഡാർക്ക് മെലനോ കൂടുതലുള്ള മെലനോട്ടിക് ചേഞ്ചസ് എല്ലാം സ്കിന്നിൽ വന്നിട്ടുള്ള കേസുകളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇത് ഇൻട്രാ യൂട്രൈൻ ടൈമിൽ ഉണ്ടാകുന്ന അത് കുട്ടിയെയും ബാധിക്കാം. മദറിനാണ് ഈ പറയുന്ന സെമൻ കോണ്ടാക്ട് അല്ലെങ്കിൽ അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ന്യൂ ബോൺ ബേബിയെ പോലും അത് വരാം. അപ്പം സ്മെല്ലിങ് ആയിട്ടുള്ള വളരെ ദുർഗന്ധമുള്ള സാധനങ്ങൾ, എക്സ്ക്രീറ്റ, ഡിസ്ചാർജസ്, സിമൻ, സ്വെറ്റ്, ഇതെല്ലാം ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള സാഹചര്യമുള്ള സാധനങ്ങളാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട നമ്മൾ 5 ബയോളജിക്കൽ ലോസിലേക്ക് പോവാണ്. ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി വാട്ട് വിൽ ഹാപ്പൻ? സോ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, ബിക്കോസ് ഇറ്റ് ഈസ് originating from the old mesoderm, controlled by the cerebellum, during conflict activity, what will happen? There will be multiplication. Cellular ഡിപ്ലേഷൻ, സോറി, സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവും, ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ഈ പറയുന്നിടത്തെല്ലാം ഉള്ളത്. കാരണം എല്ലായിടത്തും ഒരു അക്യുമുലേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ദർ ഇസ് എ സെല്ലുലാർ ഗ്രോത്ത് അവിടെ കണ്ടമാനമുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനെ കൺട്രോൾഡ് ബൈ ദി സെറിബെല്ലം ആയതുകൊണ്ടാണ്. ഒരു ഡി എച്ച് എസ് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ ഡി എച്ച് എസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഒത്തിരി പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കണം, ഇന്റൻസ് ആയിരിക്കണം, അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സ് അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ അറിയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അത് മറ്റാരുമായിട്ടും ഐസൊലേറ്റിംഗ് കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത്. മറ്റാരുമായിട്ട് പങ്കുവെക്കാത്ത ഒരു പ്രശ്നമാകുമ്പോഴാണ് അതിന്റെ ഇന്റൻസിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അവിടെ മെലനോസൈറ്റ് പ്രോളിഫറേഷൻ, അപ്പൊ സ്കിൻ ആസ് എ ഹോൾ, ഡെർമിസ് ആസ് എ ഹോൾ തിക്കൻ ചെയ്യുന്നു. പക്ഷെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? അവിടുത്തെ മെലനോസൈറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് ആ ഡാർക്ക് കളറാണ് നമ്മളെ കാച്ചി ആയിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ അങ്ങനെയുള്ള ഗ്രോത്തിനെയാണ് നമ്മൾ മെലനോമ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ ബയോളജിക്കൽ പർപ്പസ് ഈസ് വെരി ഈസി, വെരി ക്ലിയർ. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെലനോമ എന്ന് പറയുന്നതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൽ ഇറ്റ് ഈസ് ഡാർക്ക്, അല്ലെ ബ്ലാക്ക്, അല്ലെ ബ്രൗൺ എന്നൊക്കെ പറയാം. ചിലയിടത്ത് ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലൂ കളറിലുള്ള മെലനോമ ഞാൻ കണ്ടിട്ടില്ല. അത് വളരെ അസാധാരണമാണ്. അപ്പം മെലനോട്ടിക് മെലനോമ എന്ന് പറഞ്ഞ ഇതുപോലെ വളരെ ഹൈപ്പർ പിഗ്മെന്റഡ് ആയിട്ടുള്ള മെലനോട്ടിക് മെലനോമ എന്ന് പറയും.
ഇതിങ്ങനെ ഒരു വിശദീകരണം ഉണ്ട്. അതായത് മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി നമ്മുടെ ജനറേഷൻസിലൂടെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം അതിന്റെ ഈ ഫോർ എക്സാമ്പിൾ മോൾസ് എന്ന് പറയും ചെറിയ 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 മെലനോമകളാണ്. അപ്പൊ അത് നമ്മുടെ ഹെറിഡിറ്ററിയിലൂടെ നമ്മൾ ഏൻഷ്യൻ ലൈഫ് ഫോംസിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. അതാണ് അവിടെ ഇവിടെയൊക്കെ ഒരു ചതറി ചതറി കൂടുതലായിട്ട് കിടക്കുന്നത്. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള മോൾസ് എന്നാണ് പറയുന്നത്. ഹൈപ്പർ പിഗ്മെന്റേഷൻ തന്നെയാണ് അവിടെ ഒരു പ്രൊട്ടക്ഷൻ ആണുള്ളത്. ചിലരുടെ ശരീരത്തിൽ വളരെ കൂടുതലായിട്ടുണ്ടാവും. ഇങ്ങനെയൊരു മെലനോട്ടിക് നേച്ചർ ഇല്ലാത്തതിനെ നമ്മൾ മെലനോട്ടിക് മെലനോമ എന്ന്. ഇത് മെലനോമ തന്നെയാണ്, പക്ഷെ അവിടെ അത്രയും ഭയങ്കര ഭീകരമായിട്ടുള്ള കറുപ്പ് നിറമോ കട്ടിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മെലനോട്ടിക് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പൊ അതിൽ നോൺ പിഗ്മെന്റഡ് ആണ്, ആ പിഗ്മെന്റേഷൻ ആസ്പെക്ട് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു പിങ്ക് കളറാണ്. കാരണം അവിടെ മൾട്ടിപ്ലിക്കേഷൻ സെൽസ് ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷെ ഈ മെലാനോ സൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സെൽസിന്റെ പ്രസൻസ് കുറവാണ്. അപ്പം അവിടെ പിഗ്മെന്റേഷൻ വളരെ കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്, മെലനോട്ടിക് ആൻഡ് മെലനോട്ടിക്. ലാറ്ററാലിറ്റി ഞാൻ പറഞ്ഞു, റൈറ്റ് സൈഡ് കൺട്രോൾഡ് ബൈ ദി ലെഫ്റ്റ് സെറിബെല്ലം, ലെഫ്റ്റ് സൈഡ് കൺട്രോൾഡ് ബൈ ദി, അത് സ്കിൻ കൺട്രോൾഡ് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സ്കിന്നിന്റെ രണ്ടും, ഇനി നമ്മൾ എപ്പിഡെർമിസ് പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. റൈറ്റ് സൈഡ് കൺട്രോൾഡ് ബൈ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി സെറിബെല്ലം, ലെഫ്റ്റ് സൈഡ് കൺട്രോൾഡ് ബൈ ദി റൈറ്റ് സൈഡ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് വീണ്ടും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഹാൻഡഡ്നെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആളുടെ മാത്രം കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. റൈറ്റ് ഹാൻഡഡ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിനാണ് സ്ട്രോങ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ വയറിങ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. റൈറ്റ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ ഇന്ന് ഒരു പേഷ്യന്റിനോട് ചോദിച്ചത്, ഹാൻഡഡ്നെസ് ചോദിച്ചത് ഇങ്ങനെയാണ്. ഇപ്പൊ പുള്ളിക്കാരൻ ലെഫ്റ്റ് സൈഡഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എഴുതുന്നത് അങ്ങനെയാണോ? പുള്ളിക്കാരൻ ബസ് കണ്ടക്ടറാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ലല്ല, ഞാൻ എഴുതുന്നൊക്കെ വലത് കൈയുണ്ട്, അത് കുഞ്ഞിലേ ഞാൻ പഠിച്ചതാണെന്ന് പറഞ്ഞു. ഞാനൊരു ഉദാഹരണം ചോദിച്ചു പുള്ളിയോട്, നിങ്ങളുടെ കയ്യിൽ ഒരു തേങ്ങയും തന്നു, ഒരു കത്തിയും തന്നു, വെട്ടിപ്പൊളിക്കണം, അപ്പൊ എന്താ ചെയ്യുന്നത്? അത് പുള്ളി പറഞ്ഞ്, ഞാൻ റൈറ്റ് സൈഡിൽ തേങ്ങ വെച്ചിട്ട് ഇടത് കൈ കൊണ്ടാണ് ഞാൻ പൊട്ടിക്കുന്നത്. അപ്പൊ ഇടത് വശമാണ് പുള്ളിക്ക് സ്ട്രോങ്. അപ്പൊ ഹീസ് എ ലെഫ്റ്റ് ഹാൻഡ്. അങ്ങനെ നമുക്ക് ഒത്തിരി ടെസ്റ്റുകളുണ്ട്. അതൊന്നും ഇപ്പം നമ്മൾ പറയുന്നില്ല, അത് ഡോക്ടർ ശശി വളരെ വിശദമായിട്ട് നമ്മളോട് പറയും. റൈറ്റ് ഹാൻഡഡ്, ലെഫ്റ്റ് ഹാൻഡഡ്, അത് അനിമൽസിലുണ്ട്. റൈറ്റ് പോ, ലെഫ്റ്റ് പോ എന്നൊക്കെയാണ് പറയുന്നത്. ഏത് കൈയാണോ ഏത് കാലാണോ ഫ്രണ്ടിലേക്ക് വെക്കുന്നതിനാണ് അങ്ങനെ. അതായത് നമ്മൾ പിന്നീട് പഠിക്കാം. ഇപ്പൊ ഹാൻഡഡ്നെസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് പറയുന്നത്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഓൾവേസ് പറഞ്ഞിട്ടുള്ളതാണ്, റൈറ്റ് സൈഡ് പാർട്ട്ണർ സൈഡ് ആണ് ഇൻ ദി കേസ് ഓഫ് റൈറ്റ് ഹാൻഡഡ് മെയിൽ. ലെഫ്റ്റ് സൈഡ് മദർ ആൻഡ് ചൈൽഡ് സൈഡ് ആണ്. യു നോ വാട്ട് ഈസ് മെൻ ബൈ മദർ ആൻഡ് ചൈൽഡ്, വാട്ട് ഈസ് മെൻ ബൈ പാർട്ട്ണർ സൈഡ്, എക്സെട്ര. ഓക്കെ, ഡിസ്ഫിഗർമെന്റ് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് നമുക്ക് പറയാം. അപ്പൊ അപ്പിയറൻസ് മെലനോമ തന്നെയാണ്. അപ്പൊ അതിന്റെ അറ്റാക്ക് കോൺഫ്ലിക്റ്റ്, പിന്നെ അത് എങ്ങാനും തുടങ്ങി ഇതുപോലെ ഒരു പാട് വന്നാൽ മതി, ചിലർക്ക് അത് ഭയങ്കര ഭീകരമായിട്ട് അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, അവരുടെ ഫിഗർ പോയി എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്ഫിഗർമെന്റ് കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറും. എനിക്ക് GNM ഒക്കെ പഠിക്കുന്നതിന് മുൻപേ കിട്ടിയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്, എസ്പെഷ്യലി യങ് ഗേൾസ്. ദേ ആർ വെരി സെൻസിറ്റീവ് ടു വാട്ട് അതേഴ്സ് സ്പീക്ക് അബൌട്ട് ദം. They are sensitive to the public opinion, what they speak. ദാറ്റ് പർട്ടിക്കുലർ ഗേൾ, അത് പ്രകൃതി അങ്ങനെ ആക്കിയിരിക്കുന്നതല്ല, അവരുടെ കുറ്റമൊന്നുമല്ല. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേൾ എന്ന് വിശ്വസിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ മോശം പറഞ്ഞു, എന്താണ് നിന്റെ കണ്ണിന്റെ കീഴിൽ പാടുള്ളത് കറുത്തു വന്ന് പോയി, എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിലാവാം, അല്ലെങ്കിൽ എൻ്റെ ഫിഗർ മുഴുവൻ പോയി എന്നുള്ളതാവാം. അപ്പൊ ആ മുഖത്ത് അതിനനുസരിച്ചുള്ള കൊറിയം സ്കിന്നിലുള്ള ചേഞ്ചസ് ഒക്കെ വരാറുള്ളത് അറിയാം. അതിൽ തന്നെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണ ആക്നി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം സർജിക്കൽ റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കാം, ബ്രസ്റ്റ് റിമൂവ് ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡി പാർട്ടിൽ ഒരു ഓപ്പറേഷൻ ചെയ്തു, അവിടെയൊക്കെ ഈ പറയുന്ന മെലനോസൈറ്റിക് ചേഞ്ചസ് ഉണ്ടാകുന്നതിന്റെ കാരണം അവിടെ പ്രൊട്ടക്ട് ചെയ്യുവാണ്. ഫർദർ ഇഞ്ചുറി, ഫർദർ അറ്റാക്ക് വരാതിരിക്കാനായിട്ട് ബോഡി ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതിന്. സ്പീഡിൽ പോണം. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, കാരണം ഇന്നത്തെ തലമുറകളൊന്നും ഓർക്കുന്നുണ്ടാവത്തില്ല. ഞാൻ പഴയ തലമുറയിൽപ്പെട്ട ആളായതുകൊണ്ട് ഒന്നായിട്ട് ഓർക്കുന്നു. HIV എയ്ഡ്സിന്റെ പ്രചാരമുണ്ടായിരുന്ന കാലം 1985-കളിൽ. അന്ന് ഞാൻ മെഡിക്കൽ രംഗത്തേക്ക് കാലുവെക്കുന്ന സമയമൊക്കെയാണ്.
ശക്തമായിട്ട്. അപ്പോൾ HIV പ്രചരിപ്പിക്കുന്ന ആ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കാർപ്പോസി സാർക്കോമ. കാർപ്പോസി സാർക്കോമ എന്ന് പറയുന്നത് എയ്ഡ്സിന്റെ കൂടെ പറഞ്ഞിരുന്നതാണ്. അപ്പം എയ്ഡ്സ് കൊണ്ട് ക്യാൻസറും ഉണ്ടാകാം. അങ്ങനെ ഒരു 19 രോഗം ഉണ്ടാകും. അതിന് ഓപ്പർച്യൂണിസ്റ്റിക് ഡിസീസ് എന്ന് പറയും. അപ്പോൾ ഈ ക്യാൻസർ സോയിൽഡ് സെൻസേഷൻ ഉള്ളപ്പോഴാണ്. അന്ന് അതിന് പറഞ്ഞു അത് ഹെറ്ററോസെക്ഷൽ സെക്ഷുവാലിറ്റിക്ക് പോയത് കൊണ്ടാണ്. ഹെറ്ററോസെക്ഷൽ മീൻസ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് പോയിട്ടാണ്, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന് പോയി കഴിഞ്ഞാൽ അതോടുകൂടി ഒരു സോയിൽഡ് ഫീലിംഗ് ഉണ്ടാണെങ്കിൽ അവിടെയെല്ലാം ഇതേപോലെയുള്ള ഡാർക്ക് പിഗ്മെന്റേഷൻ വരാം. അപ്പൊ അത് അൾസറേറ്റ് ചെയ്യും. അത് ഹീലിംഗിന്റെ സ്റ്റേജ് വരുമ്പോഴാണ് അതിനെ കാപ്പോസി സാർക്കോമ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അതും അതിന്റെ കൂടെ നമുക്ക് പഠിക്കാം. ഇതൊരു ടിപ്പിക്കൽ കാപ്പോസി സാർക്കോമയാണ്. അപ്പോൾ അത് ബോഡി ആസ് എ ഹോൾ അഫക്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് പർപ്പിൾ ആൻഡ് ബ്രൗൺ, ഇത് ഇന്ത്യക്കാരന്റെ അല്ല പടം എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഈ പർപ്പിൾ കളറൊക്കെ റിലേറ്റീവ് ആണ്. അപ്പം ഇതിന്റെ കൂടെ ഒരു ഗ്രോത്തും കൂടെ ഉണ്ട്. അത് ഈ കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. കൂടാതെ അതിന്റെ ഹീലിംഗ് ഫേസിലാണ് ഈ പറയുന്ന തടിച്ച പ്രകൃതങ്ങൾ കൊണ്ട് വരുന്നത്. അപ്പോൾ ഈ ഫീലിംഗ് സോയിൽഡും ഫീലിംഗ് അറ്റാക്ക്ഡും ഇത് രണ്ടും കൂടെ വരുന്ന ഒരു സ്റ്റേജിലാണ് ഈ കാപ്പോസി സാർക്കോമ വരുന്നത്. ഒത്തിരി പേഷ്യൻസ് ഈ പറയുന്ന HIV എയ്ഡ്സ് ബാധിതരായിട്ടുള്ളവർക്ക് ഇത് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ഇത് ഹീൽ ചെയ്യുന്ന സമയം ഞാൻ പറഞ്ഞു കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് സ്റ്റേജിലാണ്, അല്ലെ CA ഫേസിലാണ് അക്യുമുലേഷൻ ഓഫ് ദി ടിഷ്യൂ സെൽസ് വരുന്നത്. അതിനുശേഷം ഹീൽ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഹീൽ ചെയ്യുന്ന സമയത്ത് ബിക്കോസ് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദി സെറിബെല്ലം, ഓൾഡ് ബ്രെയിൻ ആയതുകൊണ്ട് ഡ്യൂറിങ് ഹീലിംഗ് നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്, പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഫംഗസ്, മൈക്രോ ബാക്ടീരിയ ലൈക്ക് ട്യൂബർക്കുലോസിസ് പോലെയുള്ള മൈക്രോ ബാക്ടീരിയ എല്ലാം ഈ ഹീലിംഗ് ഫേസിലാണ്. അപ്പം മെലനോമയുണ്ട്, അത് ഹീൽ ചെയ്യണമെങ്കിൽ അവിടെ ട്യൂബർക്കുലാർ ബാസിലസ് വരണം, അല്ലെങ്കിൽ ഫംഗസ് വരണം. അപ്പൊ ഇതിന്റെയൊക്കെ പ്രസൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ TB സ്കിൻ എന്നൊക്കെ വിളിക്കും. ഇപ്പൊ ഫംഗസ് വന്നു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ടീനിയ വെച്ച് കുറേ രോഗങ്ങളുടെ ഡയഗ്നോസിസ് അങ്ങനെ വെക്കും. ഇതെല്ലാം TB അണുക്കൾ കയറി അറ്റാക്ക് ചെയ്യുന്നതാണ് കൺവെൻഷണൽ മെഡിസിൻ പറയുന്നത്. ഫംഗസ് കയറി അറ്റാക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. ബാക്ടീരിയ കയറി അറ്റാക്ക് ചെയ്യുന്നത്. ഇതൊന്നും GNM അനുസരിച്ചിട്ട് GHK അനുസരിച്ചിട്ട് അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ എപ്പോഴും ഈ 5 ബയോളജിക്കൽ ലോസിലെ 4th ബയോളജിക്കൽ ലോയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് കാണാവുള്ളൂ. കാരണം ഇതൊരു സ്കിൻ ട്യൂബർക്കുലോസിസ് ആണ് കാണിച്ചിരിക്കുന്നത്. അവിടെ ട്യൂബർക്കുലോസിസ് ഉണ്ടാവും, പക്ഷെ അത് ഹീലിംഗ് ഓഫ് അങ്ങനെ ടേക്കിംഗ് എവേ ഓഫ് ദാറ്റ് ഡെബ്രി, വാട്ട് എവർ ഹാസ് ഹാപ്പൻഡ് ഓൺ ദി സ്കിൻ, അതിനെ എടുത്തു കളയുക എന്നുള്ളതാണ് ബാക്ടീരിയ, TB ബാക്ടീരിയയുടെ ജോലി. അപ്പോൾ അങ്ങനെയാണ് അതിനെ TB സ്കിൻ എന്നൊക്കെ, TB സ്കിൻ അല്ലെങ്കിൽ സ്കിൻ TB എന്നൊക്കെ നമ്മൾ പേര് വിളിക്കുന്നത്. അപ്പൊ ഹീലിംഗിൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. ഈ ഹാർഡായിരുന്ന ഈ ഗ്രോത്ത് നമ്മൾ നേരത്തെ പടം കാണിച്ചു, മെലനോമ ഒക്കെ സോഫ്റ്റ് ആകും ഡ്യൂറിങ് ഹീലിംഗ് സ്റ്റേജിൽ. സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി, അത് ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്പോഞ്ചി ആയിട്ടുള്ള ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. അത് ഒരു പക്ഷേ ഈ ഹാർഡായിട്ട് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ ഉണ്ടാകുന്നതിനേക്കാളും കുറച്ചുകൂടെ ലാർജ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം, ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ദി ബാക്ടീരിയ, അല്ലെങ്കിൽ ട്യൂബർക്കുലർ ബാസിലസ്, അല്ലെങ്കിൽ ഫംഗസ്. അതുകൊണ്ട് ഇങ്ങനെ വരാം. അതോടുകൂടി തന്നെ ദർ ഇസ് നോ ഈവൻ ആയിട്ടുള്ള ബോർഡർ അല്ല, അതിന്റെ ബോർഡർ എപ്പോഴും അൺഈവൻ ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് മിക്കവാറും അതിനുള്ള. അപ്പൊ എഡ്ജസ് വിൽ നോട്ട് ബി ഈവൻ ഷേപ്ഡ്, ഇറ്റ് വിൽ ബി അൺഈവൻ ഷേപ്ഡ്. പലപ്പോഴും ഇത് സ്പോഞ്ചി ആയതുകൊണ്ട് തന്നെ, ബിക്കോസ് ഇറ്റ് ഈസ് ഡെർമിസ് ആയതുകൊണ്ട് തന്നെ അവിടെ റപ്ചർ ഓഫ് ദി ബ്ലഡ് വെസൽസും സംഭവിക്കാം, അതുകൊണ്ട് തന്നെ ബ്ലീഡിങ്ങും സംഭവിക്കാം. അപ്പൊ ഈ ഒരു അവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും അതിനെ TB സ്കിൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ബ്ലീഡിങ് ഉണ്ടായേക്കാം, സ്പോഞ്ചി ആയേക്കാം, പെയിൻഫുൾ ആ, കാരണം അതിലൊരു ഇൻഫ്ലമേഷന്റെ അവസ്ഥയുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് ഡിസ്ചാർജസ്, ഈ ബ്ലഡും പസ്സും എല്ലാം കൂടെ ചേർന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു ഡെബ്രി അതിന് ഭയങ്കര ഒഫെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് ആ ഒഫെൻസീവ് സ്മെൽ ഉള്ളത് കൊണ്ടും ഈ ചിലപ്പോൾ എപ്പിഡെർമിസും കൂടെ ഇൻവോൾവ് ആവാനും സാധ്യതയുണ്ട്. കാരണം എപ്പിഡെർമിസിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഡെർമിസിൽ നിന്നും ഇത് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് എപ്പിഡെർമിസിന്റെ റപ്ചർ ഒക്കെ വരുന്നുണ്ട്, അതിന്റെ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ഓഫ് ദി എപ്പിഡെർമിസും അതിന്റെ കൂടെ തന്നെ സംഭവിച്ചേക്കാം.
ഇനി നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന എല്ലാം ബാക്ടീരിയൽ അഫെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ കൺവെൻഷണൽ മെഡിസിനിലൂടെ അതേ കാരണം കൊണ്ട് തന്നെ നമ്മളെല്ലാം ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആയിട്ട് തന്നെ ശ്രമിക്കുന്ന എല്ലാവരും പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ബോയിൽസ്, എന്താണ് കാർബോങ്കുലേഴ്സ്, എന്താണ് ഫറങ്കുലേഴ്സ്, ഇതെല്ലാം ഓരോ 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 ബാക്ടീരിയ ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ വൈറസ്, ബാക്ടീരിയ, ഇതൊന്നുമല്ല. വൈറസും ബാക്ടീരിയയും ഇതിന്റെ പോസിറ്റീവ് ഓർഗാനിസംസേ അല്ല. അത് ഹീൽ ചെയ്യുന്ന സ്റ്റേജിൽ അത് ഈറ്റ് അവേ അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി യൂട്ടിലൈസ് ചെയ്യുന്ന മൈക്രോബ്സ് ആണ് ഇത്. അതുകൊണ്ട് ഈ പറയുന്ന ബോയിൽസ് ആയാലും കാർബോങ്കുലേഴ്സ് ആയാലും ഫറങ്കുലേഴ്സ് ആണെങ്കിലും അതിലെല്ലാം പസ് ഫോർമേഷൻ, ഇൻവോൾവ്മെന്റ് ഓഫ് ദി ബാക്ടീരിയ തന്നെയാണ്. അപ്പോൾ ഇതൊരു നോട്ട്സ് ആണ്. എല്ലാവർക്കും ബോയിൽസ് ഒക്കെ ധാരാളം അനുഭവിച്ചിട്ടുള്ളവർ ധാരാളം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ. അതൊന്നും എനിക്കറിയത്തില്ല. ചെറിയ പ്രായത്തിലല്ല, ഹോമിയോപ്പതി കോളേജിൽ ചേർന്നതിന് ശേഷം ഡോക്ടറാകാൻ പഠിക്കുന്ന കാലത്ത് തന്നെ. അപ്പൊ അന്ന് അതിന്റെ അപ്രോച്ച് ഡിഫറെന്റ് ആണ്. ആന്റിബയോട്ടിക്സ് തരും, ഇൻസൈസ് ചെയ്തിട്ട് പസ് എക്സ്ട്രാക്ട് ചെയ്യും, ഇങ്ങനെ ധാരാളം മെത്തേഡ്സ് ഉണ്ട്. ബട്ട് ഡോക്ടേഴ്സ് വിൽ ടെൽ, കൺവെൻഷണൽ മെഡിസിൻ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഇതെല്ലാം ബാക്ടീരിയ. എന്തുകൊണ്ടത് ഈ ഭാഗത്ത് വരുന്നു, എന്തുകൊണ്ട് ഇതൊന്നും ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അങ്ങനെയൊന്നും ചോദിച്ചേക്കരുത്. കാരണം ദേ ആർ ഓൾ ഡൊഗ്മാറ്റിക്. യു കനോട്ട് ആസ്ക് എനി ക്വസ്റ്റ്യൻ ടു ദി കൺവെൻഷണൽ മെഡിസിൻ പീപ്പിൾ. നിങ്ങൾ ഓർക്കേണ്ടത്, ഞാൻ ഇന്ന് ഇൻട്രൊഡക്ഷനിൽ പറയണമെന്ന് ഓർത്ത്, ഡോക്ടർ ഹാമർ ഇതിനെക്കുറിച്ചൊക്കെ ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ദീസ്, ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് ദീസ് എന്നൊന്നും അല്ല പറഞ്ഞത്. 100% വളരെ കൃത്യമായിട്ടാണ് ഡോക്ടർ ഹാമർ പറഞ്ഞത്. അവിടെ GHK എന്ന് പറയുന്നത് 100% ട്രൂത്ത് ആണ്. ട്രൂത്ത് ആൻഡ് നത്തിങ് ബട്ട് ട്രൂത്ത്. അങ്ങനെ തന്നെയാണ്. 100% ഓഫ് ദ ഡിസീസസ് ആർ ഡ്യൂ ടു 5 ബയോളജിക്കൽ ലോസ്. എല്ലാം നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇവിടെ പോസിബിലിറ്റി ഇല്ല, ചാൻസസ് ഇല്ല, 100% ആണ്. അതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയണമെന്ന് ഓർത്ത്. അപ്പൊ ഇതിന്റെ അകത്തെല്ലാം പസ് ഫോർമേഷൻസ് ഉണ്ടാവാം, ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ടാകാം. ഇത് പലപ്പോഴും ഇത് ഹീൽ ആവാതെ പോകാനും നീണ്ടു നിൽക്കാനും ഒരു കാരണം തന്നെ ഇതിന്റെ അപ്പിയറൻസും ഇതിന്റെ സെൻസേഷൻസുമാണ്. ഇത് നമ്മുടെ ഒരു മനോഹരമായിട്ടുള്ള സ്കിന്നിന്റെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് ഇതുണ്ടെങ്കിൽ എന്താണ്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ആയിട്ട് തോന്നും. അത് കാണുമ്പോൾ തന്നെ ഡിസ്ഫിയർമെന്റ് കോൺഫ്ലിക്റ്റ് ആയിട്ട് തോന്നും. അതുകൊണ്ട് അത് ഹാങ് ചെയ്യുന്നു. അതൊരിക്കലും ഹീൽ ആവുന്നില്ല. കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം ഇതാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് എന്ന് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ആ രോഗിയെ ബോധ്യപ്പെടുത്തുകയും ആ രോഗി ഇത് ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഒരു തലത്തിലേക്ക് ആ രോഗിയുടെ ബോധ്യം മെച്ചപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊന്നും ഒരു ആന്റിബയോട്ടിക്കും വേണ്ട, ഒരു ആന്റി ട്യൂബർക്കുലർ ട്രീറ്റ്മെന്റും വേണ്ട. ഇതിനെല്ലാം ബോഡി ഹീൽ ചെയ്ത് അതിനെ കംപ്ലീറ്റ്ലി നമ്മുടെ ശരീരത്തിൽ നിന്ന് യാതൊരു റെക്കറൻസും ഇല്ലാതെ, യാതൊരു റിലാപ്സിങ്ങും ഇല്ലാതെ, ഒരു ഹാങ്ങിങ്ങും ഇല്ല, ഒരു ക്രോണിസിറ്റി ഇല്ലാതെ ഇതെല്ലാം കംപ്ലീറ്റ് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെ, ബോഡി തന്നെ ഹീൽ ചെയ്യുകയാണ് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. പലപ്പോഴും ഇതിന്റെ അകത്തൊരു ഒരു കണക്റ്റീവ് ടിഷ്യൂ, നിങ്ങൾക്ക് അറിയാം, സ്കിന്നിന്റെ ഡീപ്പർ ലെയറിലേക്ക് പോകുമ്പോൾ ഒരു കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. അതിന്റെ കോൺഫ്ലിക്റ്റ് നമ്മൾ പഠിക്കും, പഠിച്ചില്ലെങ്കിൽ പഠിക്കും. അത് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു ബോൺ, മസിൽ, ലിഗമെന്റ്സ്, ടെൻഡൻസ്, ഇങ്ങനെ പുറത്തേക്ക് വരുന്തോറും ഫാറ്റി ടിഷ്യൂ വഴി കണക്റ്റീവ് ടിഷ്യൂ, ഇതിലെല്ലാം കോൺഫ്ലിക്റ്റും, ലിംഫോയിഡ് ടിഷ്യൂ എല്ലാം സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ പലപ്പോഴും ഇതിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആ ഭാഗത്തൊക്കെ കണക്റ്റീവ് ടിഷ്യൂ ഇൻവോൾവ് ആണ്. അപ്പോൾ ഇത് പുറത്ത് പറയാൻ നാണംകേട്, അങ്ങനെയുള്ള പല കാരണം കൊണ്ട് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് വളരെ കോമൺ ആണ്, വളരെ നാച്ചുറൽ, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത്. എന്നെ ശ്രമിക്കുന്ന കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ഡോക്ടേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും, പൈലോനിഡൽ സിസ്റ്റ്, പൈലോനിഡൽ സൈനസ് എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ടെയിൽ ബോൺ, നമ്മുടെ ബാക്ക് സ്പൈൻ ഇങ്ങനെ താഴത്തേക്ക് വന്ന് കോക്കിക്സ് എന്ന് പറയുന്നതും ഏനസിന്റെ ഇടയ്ക്കുള്ള ആ പെരിനിയത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന ആപ്സസിനാണ് ഈ പൈലോനിഡൽ സൈനസ്, സ്പൈനൽ ആപ്സസ്, സിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇത് പലപ്പോഴും അലോപ്പതി ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആർക്കും യാതൊരു വിശദീകരണവുമില്ല. പക്ഷെ ഇതെല്ലാം ബോയിലിന്റെ കൂടെ പെടുത്തിയാൽ മതി. കാരണം അത് എല്ലാം അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ റിഗാർഡിങ് സീറ്റ് ആകാം, റിഗാർഡിങ് അവർ പ്ലേസ്മെന്റ് ആവാം, റിഗാർഡിങ് മൈ ആ ഭാഗത്തിന് എന്ന് പറഞ്ഞാൽ ഡേർട്ടി കോൺഫ്ലിക്റ്റ് ആകാം. ഇതൊക്കെ നമ്മൾ അറ്റാക്ക് കോൺഫ്ലിക്റ്റിന്റെ കൂടെയാണ് പെടുത്തേണ്ടത്, ഈ പൈലോനിഡൽ സൈനസ് വരുന്നതെല്ലാം. ഇത് കുറേയേറെ ബോയിൽസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ബോയിൽസ്, പൈലോനിഡൽ കഴിഞ്ഞിട്ട് നേരെ കഴുത്തിലേക്ക് പോയി. ഇവിടെ ധാരാളം മൾട്ടിപ്പിൾ ബോയിൽസ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരു പെണ്ണിന്റെ ആ ഭാഗത്ത് മാത്രം? കാരണം ദാറ്റ് ഈസ് എക്സ്പോസ്ഡ്, ഷീ ലാക്സ് ടു എക്സ്പോസ്. അപ്പം വേണ്ടാത്ത കമന്റ് ഒക്കെ ചിലപ്പോൾ കേട്ടെന്നിരിക്കും.
യൂറോപ്പിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു വൈറ്റ് സ്കിൻ ആണ് കാണുന്നത്. എന്തായാലും ഇവിടെ ഇത്രയൊക്കെ ഭാഗം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കമന്റ്, ഇന്നല്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ബോയ്സ് ഒക്കെ കമന്റ് പറയുമായിരുന്നു. ഇന്ന് ആർക്കും ധൈര്യമില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ പോയി കിടക്കേണ്ടതായിട്ടുള്ള നിയമമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഭാഗത്തെ കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ കമന്റ് ആണ്. അത് അറ്റാക്ക് ആണ്. അത് വെർബൽ അറ്റാക്ക് ആണ്, അല്ലെങ്കിൽ സെക്ഷൽ കമന്റ്സ് ആവാം. ഇങ്ങനെയാണ് ആ ഭാഗത്തുള്ള ബോയിൽസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പൈലോനിഡൽ അവിടെ നിന്ന് നേരെ ബാക്കിലേക്ക് പോയി. പൈലോനിഡൽ പലപ്പോഴും ഡ്രൈവേഴ്സ് പറയാറുണ്ട്, ഒരു ലോങ് ഡ്രൈവ് ചെയ്ത് അതുകൊണ്ടാണ് അവിടെ, ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ പറയും, ലോങ് ഡ്രൈവ് അല്ലെങ്കിൽ ജീപ്പ് ഡ്രൈവ്, റഫ് ആയിട്ടുള്ള റോഡിൽ കൂടെയുള്ള ഡ്രൈവിങ്, അപ്പൊ നമ്മളിങ്ങനെ ജർക്കിങ് ചെയ്യുന്നു, നമ്മുടെ ആ സീറ്റ് എപ്പോഴും ഒന്നുമല്ല. നമ്മൾ അത് മനസ്സിൽ ഒരു അറ്റാക്ക് ആയിട്ട് തോന്നിയാൽ മാത്രമാണ് അത് പൈലോനിഡ് ഇത് സൈനസ് അല്ലെങ്കിൽ ആപ്സസ് ഒക്കെ ഉണ്ടാകും. ഷിംഗിൾസ് ഇത് ബ്യൂബോണിക് പ്ലേഗ് എന്ന് പറയുന്ന അവസ്ഥയാണ്. അതിൽ ബ്യൂബോ എന്ന് പറയുന്ന ആ ഒരു രണ്ട് ഇത് കാണുന്നതിനാണ്. അത് അറ്റാക്ക് കോൺഫ്ലിക്റ്റ് തന്നെയാണ്. പ്ലേഗിന്റെ പല രീതികളിലുള്ളതുണ്ട്. പ്ലേഗ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ആണ്. അത് ഒരു എപ്പിഡെർമിസ് അല്ല, എന്താ പറയട്ടെ, എൻഡമിക്, പാൻഡമിക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഒരു കുറെ ഏറെ ആൾക്കാരെ ഒരേ സമയത്ത് തന്നെ അഫക്റ്റഡ് ആകുന്ന എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ പകർന്നു പിടിക്കുന്നത് എന്ന് പറയുന്ന പ്ലേഗ് പോലെയുള്ള ബ്ലാക്ക് ഡെത്ത്, അങ്ങനെ പല ഹിസ്റ്ററിയിൽ പല സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇതിനെല്ലാം കോമൺ ആയിട്ടുള്ളത് ഒത്തിരി പേർക്ക് ഒരേ സമയത്ത് നമ്മുടെ സോറി കോവിഡും എല്ലാം അതിന്റെ കാറ്റഗറിയിൽ തന്നെയാണ് നമുക്ക് പെടുത്തേണ്ടത്. അന്നേരം ഉണ്ടാകുന്ന സിംറ്റംസ് എല്ലാം ഷെയർഡ് ബൈ മെനി പീപ്പിൾ അറ്റ് എ ടൈം. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള സംഗതി ഉണ്ടാകുന്നത്. അപ്പൊ ഷിംഗിൾസ് എന്ന് പറയുന്നത് അത് നോൺ പിഗ്മെന്റഡ് ആണ്, സ്മോൾ നോൺ പിഗ്മെന്റഡ് ഗ്രോത്ത്സ് അലോങ് ദി സ്കിൻ സെഗ്മെന്റ്സ്, അങ്ങനെയാണ് അതിന്റെ ഡെഫിനിഷൻ കൊടുക്കുന്നത്. അപ്പൊ അത് പലപ്പോഴും നമ്മൾ ഷിംഗിൾസ് എന്ന് പറയുമ്പോൾ തന്നെ കോൺഫ്ലിക്റ്റ് കഴിഞ്ഞിരിക്കുന്നു. കോൺഫ്ലിക്റ്റിന് ശേഷമുള്ള ഹീലിംഗ് ഫേസിലാണ്. ഇത് ലെപ്രസിയാണ്, ഇന്ന് കോമൺ ആയിട്ടില്ലെങ്കിലും ലെപ്രസിക്കകത്തും ഈ അറ്റാക്ക് കോൺഫ്ലിക്റ്റ് കൊണ്ട്, കാരണം അവിടെ ഡെർമിസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, ഡീപ്പർ ആണ്, എപ്പിഡെർമിസ് അല്ല. സ്മോൾ പോക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് കാണാം. നമ്മൾ എന്നെ ശ്രമിക്കുന്ന ഞാൻ ഉൾപ്പെടെ ആരും സ്മോൾ പോക്സ് കണ്ടിട്ടില്ല. പക്ഷെ ഇതിന്റെ പടം ഇങ്ങനെയാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന പസ് ഫീൽഡ് ആയിട്ടുള്ള ഇറപ്ഷൻസ് ഉണ്ട്. അത് വളരെ തിക്കാണ്. അതിൻ്റെ അകത്ത് സ്കിന്നിന്റെ ഡെർമിസ് ഇൻവോൾവ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇപ്പൊ ചിക്കൻ പോക്സും സ്മോൾ പോക്സും ഒക്കെ ഡിഫറെന്റ് വൈറസ് ആണ് എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല, അതിന്റെ അറ്റാക്കിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ടാണ് അതിന്റെ ഇറപ്ഷൻസ് മാനിഫെസ്റ്റേഷൻസ് വരുന്നത്. അപ്പോൾ അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ കാണും എന്നുള്ളത് ശരി തന്നെ. ഷിംഗിൾസ് എന്ന് പറയുന്നത് നമ്മൾ കൊറിയം ഇൻവോൾവ്മെന്റ് ആണ്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഹീലിംഗ് ഫേസിലാണ് ഈ സ്വെല്ലിംഗ് ഉള്ളത്, റെഡ്നെസ് ഉള്ളത്, പസ് ഫീൽഡ്. ഇത് ഇത് പസ് ഫീൽഡ് തന്നെയാണ്. അതുകൊണ്ട് എന്താണ് എപ്പിഡെർമിസ്, കൈയുടെ ഉള്ളിലുള്ള, അത് എപ്പിഡെർമിസിലേക്ക് പോകുമ്പോൾ നമുക്കത് പറയാം, അവിടെയാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഡെർമിസും ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് ആ തിക്നെസ് കൊണ്ട് പസ് ഉണ്ട്, ആപ്സസിന്റെ ലുക്ക് ഉണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് രണ്ടും എപ്പിഡെർമിസും ഡെർമിസും ഇൻവോൾവ് ആണ്. ഒരു കുട്ടിയുടെ സ്കിന്നാണ് അത് കാണിച്ചിരിക്കുന്നത്. ബ്ലിസ്റ്റർ പോലെ പസ് ഫീൽഡ്, സ്കാബ് ഉണ്ട്, ഫേഡിങ് ഉണ്ട്. ഷിംഗിൾസ് പലപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വരാറുണ്ട്. ഒരാൾക്ക് വിട്ടുമാറാതെ വീണ്ടും 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 ഷിംഗിൾസ് വരുന്നു. കാരണം അത് പലപ്പോഴും ട്രാക്സ് ആണ്. ഇപ്പൊ റൈറ്റ് സൈഡ് ആണെങ്കിൽ ഒരു പ്രത്യേക വ്യക്തി, ഫാദർ ഇമേജ്, അല്ലെങ്കിൽ പാർട്ട്ണർ സൈഡ്, ലെഫ്റ്റ് സൈഡ് മദർ ചൈൽഡ് സൈഡ്. ഇപ്പൊ സൈഡ് റൈറ്റ് ഹാൻഡഡ്, ലെഫ്റ്റ് സൈഡ് ഹാൻഡഡ്നെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം സെഗ്മെന്റേഷൻ ഡിസ്ട്രിബ്യൂഷൻ അത് ഓൾറെഡി പറഞ്ഞു. റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് ഇമ്പോർട്ടന്റ്. ഇതാണ് ഷിംഗിൾസ്. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഒരു സൈഡ് മാത്രം. ഇപ്പൊ റൈറ്റ് ഹാൻഡഡ് ആണ് ഈ വ്യക്തി എങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രമാണ്. യു ക്യാൻ സി ആ ലെഫ്റ്റ് സൈഡ് കൊണ്ട് അത് തീർന്നു. അതുകൊണ്ട് ആ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ മദർ റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ചൈൽഡ് റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം
കൊടി ഫ്രണ്ടിലായതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് മദർ സൈഡ് അല്ലെങ്കിൽ ചൈൽഡ് സൈഡ്. സെബേഷ്യസ് ഗ്ലാൻഡ് ഉള്ളപ്പോഴാണ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസിങ് സെബം. അതിന്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ലൂബ്രിക്കേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു. അത് മുഖത്തും സ്കാൽപ്പിലും ഒക്കെ ധാരാളം ഉള്ളത് കൊണ്ട്, അതായത് ഈ ഭാഗത്ത് കൂടുതലായിട്ടുള്ള സെബേഷ്യസ് ഗ്ലാൻഡ്, കാരണം കൂടുതൽ സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ കൂടുതൽ എക്സ്പോഷർ ടു സൺ ഹീറ്റ്, അതിനോട് സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെയാണ്. അപ്പൊ അതിന്റെ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള, അതുകൊണ്ടാണ് സ്കാൽപ്പ് ഡ്രൈ ആവുന്നതിന് നമ്മൾ ഡാൻഡ്രഫ് എന്ന് വിളിക്കും. എപ്പോഴും ഡാൻഡ്രഫ് എക്സാക്ട്ലി പറയുവാണെങ്കിൽ എപ്പിഡെർമിസിലാണ് വരുന്നത്, പക്ഷെ വളരെ തിക്കായിട്ടുള്ള സ്കാൽപ്പിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ അങ്ങനെ വരാം. ഇപ്പം ഗ്രീസി സ്കാൽപ്പ് ഒക്കെ ഉള്ളപ്പോൾ അത് ഹീലിംഗ് ഫേസിലാണ് വരുന്നത്. ഇനി നമ്മൾ ആക്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി. ആക്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ കോമൺ ആയിട്ടുള്ള സ്കിൻ കംപ്ലൈന്റ് ആണ്. എപ്പോഴും അത് അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആക്നെ കൂടെ സൂപ്പർഫിഷ്യൽ സ്കിൻ ലെയർ അല്ലെങ്കിൽ എപ്പിഡെർമിസിലല്ല പഠിക്കുന്നത്, ഡെർമിസിലാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ സ്പീഡിൽ പോകണം നമുക്ക്, പകുതിയായിട്ടുള്ളൂ. നമ്മൾ എപ്പിഡെർമിസിലേക്ക് കടന്നിട്ടില്ല, പക്ഷെ സമയം 10 മണിയാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ്. അപ്പം സ്കിന്നിന്റെ അടുത്ത് ബംബി സ്കിൻ, ബംസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ ആക്നി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ആണ്. പലപ്പോഴും പ്യൂബർട്ടി സ്റ്റേജിൽ അവരുടെ അപ്പിയറൻസിനെ കുറിച്ച് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പൊ സെബേഷ്യസ് സിസ്റ്റ് ഉണ്ട്. സെബേഷ്യസ് സിസ്റ്റിന്റെ പടമുണ്ട്. ഇത് ടീനിയ വെർസിക്കോളർ ആണ്. ടീനിയ വെർസിക്കോളർ നമ്മൾ ഹീലിംഗ് ഫേസിലാണ് വരുന്നത്. അത് അറ്റാക്ക് കോൺഫ്ലിക്റ്റിലാണ്. അത് എപ്പിഡെർമിസ് അല്ല, കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടാണ്. അത് നമ്മൾ പിന്നീട് പറയാം. ലംബ് ഫീൽഡ് മുഖത്തെ അക്കിനിയിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഞാൻ ഈ ഇമേജസും എൻ്റെ ടോക്കും തമ്മിൽ കോയിൻസൈഡ് ചെയ്യാത്തതുകൊണ്ടാണ് ചില കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ ഈ പടം ഞാൻ കാണിക്കണമെന്നുകൊണ്ട് എൻ്റെ ക്ലാസ് മുമ്പോട്ട് പോകണമെന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഫോർഹെഡിന്റെ അറ്റാക്ക് സിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ട്രൈക്കിലെമൽ സിസ്, അതായത് ഹെയർ ഫോളിക്കിൾസിലുണ്ട്. നമ്മുടെ ബോഡിയിൽ തന്നെ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടല്ലോ, അപ്പൊ അത് ഹെയർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറ്റാക്സ് വരുമ്പോഴാണ് അത് വരുന്നത്. എപ്പോഴും ഇത് ഹീലിംഗ് ഫേസിൽ, അത് ഇതിലല്ല നേരത്തെ പറഞ്ഞത്, ഹീലിംഗ് ഫേസിൽ ഒരു ചീസി ഒഫെൻസീവ് സ്മെല്ലും കൂടെ ഹീലിംഗ് ഫേസിൽ ഉണ്ടാവും. ഇപ്പൊ സ്വെറ്റ് ഗ്ലാൻഡിനെ കുറിച്ച് നമുക്കറിയാം. അത് സ്വെറ്റ് എപ്പോഴും ടെമ്പറേച്ചർ റെഗുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കിന്ന് ഡ്രൈ ആയിട്ട് പോകാതിരിക്കാനായിട്ടാണ് സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഓൾസോ ത്രൂ സെറ്റ് മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്ട്സിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ സ്വെറ്റ് ഗ്ലാൻഡ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ സ്വെറ്റ് ഗ്ലാൻഡ്സിനെ കൺട്രോൾ ചെയ്യുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. കോൾഡ് സ്വെറ്റ്സ് ഡ്യൂറിങ് സ്ട്രെസ്, അത് നമുക്കറിയാം. കൈ അല്ലെങ്കിൽ ശരീരത്തിൽ കോൾഡ് സ്വെറ്റ് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയാണ് പലപ്പോഴും, അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്ന സംഗതി. അപ്പൊ ചിലർക്ക് ഇത് വളരെ കൂടുതലായിട്ട് ഹീലിംഗ് ഫേസിൽ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയും. ഇപ്പൊ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ, അറ്റാക്ക് കോൺഫ്ലിക്റ്റിൽ, അല്ലെങ്കിൽ ഡിസ്ഫിഗർമെന്റ് കോൺഫ്ലിക്റ്റിൽ, സോയിൽഡ് കോൺഫ്ലിക്റ്റിലൊക്കെ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിലാണ് ഇതുണ്ടാകുന്നത്. സ്വെറ്റ് ഗ്ലാൻഡ്സ് സെൽ പ്രോളിഫറേഷൻ നടക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള സ്വെറ്റ്സ് ഉണ്ടാകുന്നത്. ലോക്കലൈസ്ഡ് ജനറലൈസ്ഡ് സ്വെറ്റിംഗ് ഉണ്ടാവാം. ഇത് ഹീല് ചെയ്യുന്ന സമയത്ത് സ്വെറ്റ് കൂടുതലുള്ളപ്പോൾ ഹീല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈക്രോബ്സിന്റെ ഉപയോഗം ഉള്ളത് കൊണ്ടാണ് എപ്പോഴും സ്വെറ്റ് കൂടുതലുള്ളവർക്ക് പലർക്കും ഒരു ദുർഗന്ധം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട്? സംബഡി ഹാസ് എ സ്മെല്ലി സ്കിൻ. അപ്പൊ സ്വെറ്റിന്റെ അകത്ത് മൈക്രോബിയൽ കണ്ടന്റ് അല്ലെ മൈക്രോബിയൽ ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഫംഗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗസ് പിടിച്ചു, ഫംഗസ് വന്നു, അല്ലെ ടീനിയ പുറത്തുനിന്ന് വന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലെ കാൻഡിഡിയാസിസ് എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും പുറത്തു നിന്നുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണെന്നുള്ളതാണ് GNM നമ്മളോട് വളരെ സ്പഷ്ടമായിട്ട് കൃത്യമായിട്ട് നമ്മളോട് പറയും, സിസ്റ്റമാറ്റിക് ആയിട്ട്. കാരണം ഫംഗസ് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു, അത് കൊറിയം സ്കിൻ അല്ലെങ്കിൽ ഡെർമിസിലെ ഹീലിംഗ് സ്റ്റേജിലാണ് വരുന്നത്. അതിന്റെ കാരണം പറഞ്ഞു, ഫീലിംഗ്, സോയിൽഡ് ഫീലിംഗ് അല്ലെങ്കിൽ സെക്ഷൽ ഇൻസൾട്ട്സ് പോലും. അപ്പൊ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഏരിയ. ഇപ്പം റിംഗ് വേമിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം. റിംഗ് വേം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഓർഗാനിസം വന്നിട്ട് തിന്നു തീർക്കുന്നൊന്നുമല്ല. ആ ഒരു പർട്ടിക്കുലർ ഭാഗത്തിന് ഒരു അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അതാണ് ഹീൽ ചെയ്യുന്ന സമയത്ത് ടീനിയ ഉണ്ടാകുന്നത്. അത്ലറ്റ്സ് ഫുട്ട് അല്ലെങ്കിൽ നമ്മൾ ടീനിയ പീഡീസ് എന്ന് പറയും. ഫുട്ടിലുണ്ടാകുന്ന വിരലിന്റെ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന അത്ലറ്റിക് ഫീറ്റ് എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ ടൈറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായിരുന്നു. സോ സം അറ്റാക്ക്, അല്ലെങ്കിൽ ബൂട്ട്സ് വളരെ വളരെ ടൈറ്റ് ആയിരുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടെല്ലാം അവിടെ ഈ അഫെക്ഷൻ അറ്റാക്ക് വന്നു കഴിഞ്ഞാലാണ് അത് ഹീൽ ചെയ്യുന്ന സമയത്ത് വരും. അതേപോലെ തന്നെയുള്ള ഒരു പ്രതിഭാസമാണ് നെയിൽ
ഫംഗസ് എന്ന് പറയുന്നത്. അതായത് നെയിൽ ഫംഗസ് ആണ്. അപ്പം അവിടെ സോയിൽഡ് ഫീലിംഗ് ആണ്. എന്തോ വൃത്തികെട്ട സ്ഥലത്തൂടെ നടന്നു, വൃത്തികെട്ടത് കാലെ പറ്റി, സ്കിന്നിൽ കയ്യിലും വരാം. ഓണിക്കോ മൈക്കോസിസ് എന്നാണ് പറയുന്നത്. നെയിൽ ഫംഗസ് എന്ന് കോമൺ ആയിട്ട് പറയും. അപ്പൊ അത് ഡിസ്ഗസ്റ്റ് ആണ്, അറപ്പാണ്, വൃത്തികെട്ടത് എന്തോ സ്പർശിച്ചു എന്നുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഇനി നമ്മൾ എപ്പിഡെർമിസിലേക്ക് പോവുകയാണ്. ശരിക്കും 1 മണിക്കൂർ അടുത്ത ക്ലാസ്സിൽ പോകണമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വേഗം പോകാം. ഇത് ഞാൻ വളരെ എളുപ്പത്തിൽ തീർക്കാമെന്ന് വിചാരിച്ചാണ്, ഇച്ചിരി കൂടുതൽ നീണ്ടുപോയി, വേഗം തീർക്കാം. അപ്പൊ എക്ടോഡേം ഡിറൈവ്ഡ് ആണ് ടിഷ്യൂ, ഓർത്തേക്കണം. എക്ടോഡേം ഡിറൈവ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ സെറിബ്രൽ കോർട്ടെക്സ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. സെറിബ്രൽ കോർട്ടെക്സിന്റെ ഏത് ഏരിയ ആണ്? സെൻസറി കോർട്ടെക്സ് ആണ്. അപ്പം ഈ ഇവിടെ കെരാട്ടിനോസൈറ്റ്സ്, മറ്റേടത്ത് മെലനോസൈറ്റ്സ് ആണെന്ന് ഓർക്കണം. ഇവിടെ കെരാറ്റിനോസൈറ്റ്സ് ആണ്. കെരാറ്റിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ തിക്കനിങ്, കെരാറ്റിനൈസേഷൻ അല്ലെ ഹാർഡനിങ്, തിക്കനിങ് ഓഫ് ദി എപ്പിഡെർമിസ്. മറ്റേത് മെലനോസൈറ്റ്സ് ആണ്, മെലനോമ എന്ന് പറയുന്ന ഇത് നടക്കുന്നത്. അപ്പൊ ഇതിന് ഈ എപ്പിഡെർമിസ് കാണിക്കാം. ഇതെല്ലാം കോൺഫ്ലിക്റ്റ് ഓഫ് അറ്റാക്ക് ആണ്, ബ്രെയിൻ ഒക്കെ. ഇത് എപ്പിഡെർമിസ്. അപ്പൊ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ റെഡ് ഏരിയ ആണ്, എല്ലാം റെഡായി മാറി. അപ്പൊ റെഡ് എന്ന് പറയുന്നത് എപ്പിഡെർമിസ് അല്ല, സോറി, ഡെർമിസ് ആണ് വരുന്നതെങ്കിൽ അത് സെറിബ്രൽ കോർട്ടെക്സ് ആണ്. അപ്പൊ സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾ ചെയ്യുന്ന എല്ലാ ടിഷ്യൂവിനെയും നമ്മൾ റെഡ് കളറിലാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ അതിന് സെൻസറി കോർട്ടെക്സ് ആണ്, അതിന് സെൻസേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതിന്റെ സെൻസേഷൻസ് അല്ലെങ്കിൽ സെൻസറി ഫങ്ഷൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിന് പല ലെയർ, ഈ പറയുന്ന ചെറിയ തിന്നാണെങ്കിൽ പോലും അതിനും പല ലെയറുകളുണ്ട്. 4 ലെയറുകളാണ് നമ്മളിവിടെ കാണുന്നത്. സ്ട്രാറ്റം കോർണിയം, സ്ട്രാറ്റം ഗ്രാനുലോസം, സ്ട്രാറ്റം സ്പൈനോസം, സ്ട്രാറ്റം ബേസൽ. അപ്പൊ ഈ എത്ര ഡീപ്പാണോ ഈ അറ്റാക്ക് അല്ല, ഇവിടെ നമ്മൾ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ് പറയാൻ പോകുന്നത്. അത് എത്ര ഡീപ്പാണോ കോൺഫ്ലിക്റ്റ്, അതനുസരിച്ച് ഇൻവോൾവ് ചെയ്യുന്ന ടിഷ്യൂ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ കെരാറ്റിന്റെ ഇൻക്രീസ്ഡ് സ്ട്രക്ചർ ഓഫ് ദി ഹെയർ ആൻഡ് നെയിൽസ്, അതെല്ലാം ഹെയർ ആൻഡ് നെയിൽസിന്റെ പിഗ്മെന്റേഷൻസ് എല്ലാം അങ്ങനെയാണ്. ബ്രെയിൻ ലെവലില് ഞാൻ പറഞ്ഞു എപ്പിഡെർമിസ് ആണ്, കൺട്രോൾഡ് ബൈ സെൻസറി കോർട്ടെക്സ് ആണ്. ഇവിടെയും ഹാൻഡഡ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സൈഡ് അഫിനിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് സൈഡ് ഓഫ് ദി ബോഡി കൺട്രോൾഡ് ബൈ ദി ലെഫ്റ്റ് കോർട്ടെക്സ്, ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബോഡി കൺട്രോൾഡ് ബൈ ദി റൈറ്റ് കോർട്ടെക്സ്. ദർ ഇസ് എ ക്രോസ് ഓവർ കോറിലേഷൻ. ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ്, നിങ്ങൾ ഈ 2 കാര്യത്തിലും അല്ലെങ്കിൽ ഈ ഇന്നത്തെ ക്ലാസ്സിൽ മുഴുവനും പഠിച്ചത് ഏറ്റവും പ്രധാനമായിട്ട് അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ഡെർമിസിൽ പറഞ്ഞെങ്കിൽ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഒരിക്കലും മറക്കരുതാത്തതും, ഈ ഒരൊറ്റ അറിവ് നിങ്ങൾക്ക് എന്നെ ശ്രമിക്കുന്ന മുഴുവൻ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് അല്ല, ഏത് ഡോക്ടേഴ്സ്, ഏത് ഫീൽഡിലുള്ള വെറ്ററിനറി ഡോക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാവർക്കും നിങ്ങൾക്ക് പറയാം, അത് ബയോളജിയിലും ഇഫക്റ്റ് അല്ല, എന്താ പറയണ്ടേ, അനിമൽ മാത്രമല്ല പ്ലാന്റ്സിൽ പോലും അത് ശരിയാണ്. ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് റിയാക്ട് ചെയ്യും, സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്, ഇതിന്റെ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ് പ്രധാനപ്പെട്ട അല്ല, ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഓഫ് എപ്പിഡെർമിസ് ഈസ് സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് എല്ലാവർക്കും സെപ്പറേഷൻ അറിയാം. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് എ ടച്ച്. ഐ വാണ്ട് എ ടച്ച്, ഐ എം നോട്ട് ഗെറ്റിംഗ് ദാറ്റ് ടച്ച്, ഓർ ഐ ഹാപ്പൻ ടു ഗെറ്റ് എ ടച്ച് വിച്ച് ഐ ഡിഡിൻ ലൈക്ക്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്പർശനം കിട്ടിയാലും ഇഷ്ടമുള്ള സ്പർശനം കിട്ടാതെ വന്നു കഴിഞ്ഞാലും ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അകന്നു പോകുന്നത് മാത്രമല്ല, അടുത്ത് വരാതിരിക്കുന്നതിനെയും നമ്മൾ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ ലോസ് ഓഫ് എ ഫിസിക്കൽ കോണ്ടാക്ട്, പിന്നെ ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞ എല്ലാം ഇതിൻ്റെ അകത്ത് വരും. ഇങ്ങനെ മാത്രമേ സ്കിന്നിന്റെ എപ്പിഡെർമിസിൽ ഒരു അഫെക്ഷൻ വരത്തുള്ളൂ എന്നുള്ളതാണ് ഡോക്ടർ ഹാമർ കണ്ടുപിടിച്ചതും ഈ ലോകത്തിലേക്ക് തന്നിട്ടുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള, വിപ്ലവകരമായിട്ടുള്ള, വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു അറിവ്. അത് എന്നെ ശ്രമിക്കുന്ന ഹോമിയോപ്പതി ഡോക്ടേഴ്സ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം രോഗികളെ നോക്കുന്നവരാണ്. ഈ രോഗികളോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങളെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, വിഷമത്തോടു കൂടി വീണ്ടും പറയാണ്, വി ആർ ഡൂയിങ് എ ക്രിമിനൽ ആക്ട്. നമ്മൾ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങൾ ഇന്നലെ അത് തൊട്ടില്ലേ, അത് മുട്ടിയില്ലേ, അതുകൊണ്ടല്ലേ നിങ്ങളുടെ ഒന്നുമില്ല, അല്ലെ അത് അലർജിയാണ്, സെൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ഒത്തിരി വിശദീകരണങ്ങൾ നമ്മൾ കൺവെൻഷണൽ മെഡിസിന്റെ കോപ്പി അടിച്ചിട്ട് നമ്മൾ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുകയാണ്. അങ്ങനെയല്ല. ശരിയായിട്ടുള്ള രീതിയിൽ ഈ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് കൊണ്ട് മാത്രമേ എപ്പിഡെർമിസിൽ ഒരു അസുഖം വരുന്നു. സോ ഇറ്റ് ഈസ് എ വാണ്ടിങ് ടു സെപ്പറേറ്റ് ആൻഡ് ഫിയർ ഓഫ് ലൂസിങ് എ ഗുഡ് ടച്ച്. എനിക്ക് ഇഷ്ടമുള്ള ഒരു ടച്ച് നഷ്ടപ്പെടുന്നു എന്നുള്ളതും അതിൻ്റെ കൂടെ. അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് സെപ്പറേഷൻ കോൺഫ്ലിക്ട്സ് കുറേ കാര്യങ്ങൾ പറയാം. നമ്മൾ സാധാരണ കേൾക്കുന്ന എല്ലാ രോഗങ്ങളും അതിനും. അപ്പൊ എങ്ങനെയാണ് ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നത്, ആദ്യമായിട്ട് പോകുന്നു. അപ്പൊ അമ്മയുടെ ബ്രസ്റ്റിൽ നിന്നും
മാറി, അല്ലെങ്കിൽ ഒരു ബേബി കെയർ സെന്ററിലേക്ക് വിടുന്നു, ബേബി കെയർ. അപ്പൊ എന്താണ്, അമ്മയുടെ ബ്രസ്റ്റിൽ നിന്ന് മാറും. അപ്പൊ ഇവിടെയൊക്കെ ഇറപ്ഷൻസ് വന്നേക്കാം. വേർ ദ ചൈൽഡ് വാസ് എൻജോയിങ് ദ ടച്ച് ഓഫ് ദി ബ്രസ്റ്റ് നിപ്പിൾസ്. അത് സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അത് അസുഖങ്ങൾ ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ സോ കോൾഡ് സിംറ്റംസ് ഉണ്ടാക്കിയേക്കാം. അപ്പം അഡോപ്ഷൻ ടു ദി ന്യൂ സിറ്റുവേഷൻസ്, അതെല്ലാം പ്രയാസമുള്ളതാണെങ്കിൽ അത് സ്കിന്നിലാണ് ബാധിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് എ ടച്ച്. ഡേ കെയറിലേക്ക് പോകുമ്പോൾ, സ്കൂളിലേക്ക് വരുന്ന സെപ്പറേഷൻ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചുകൂടെ എൽഡർലി ആയി കഴിയുമ്പോൾ ഡിവോഴ്സ്, സെപ്പറേഷൻ ഫ്രം എ ബിലവഡ് പാർട്ട്ണർ, അല്ലെ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ഓർ റിജക്ഷൻ ഓഫ് എ പാർട്ട്ണർ, ഇതൊക്കെ നമുക്ക് സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആയിട്ട് നമുക്ക് വരാം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ലെങ്കിലും ലോസ് ഓഫ് എ പെറ്റ്, ഡെത്ത് ഓഫ് എ പെറ്റ്, അല്ലെ സെപ്പറേഷൻ ഫ്രം എ പെറ്റ്, ഇത് നമുക്ക് വരാം. ഇനി ഇവിടെ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് എ ഹ്യൂമൻ ഓർ എ പെറ്റ് അനിമൽ ലിവിങ്. No, it can be from a touch also, of a material also, non-living material also. ചിലപ്പോൾ ഒരു വയലിൻ ആയിരിക്കും, വയലിൻ പൊട്ടിപ്പോയി, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടോയ് ആയിരിക്കും, ടോയ് നഷ്ടപ്പെട്ടു. ഇതൊക്കെ ആ ടച്ചാണ് എൻജോയ് ചെയ്തിരുന്നെങ്കിൽ ആ ടച്ച് നഷ്ടപ്പെടുമ്പോൾ എല്ലാം സിംറ്റംസ് ഉണ്ടായേക്കാം. സോ ഫിയർ ഓഫ് സെപ്പറേഷൻ ആകാം, ഫിയർ ഓഫ് അബാൻഡൻമെന്റ് ആകാം, ഓർ ഐ വാണ്ട് ടു പുഷ് സംബഡി അവേ ഫ്രം മൈ ലൈഫ്, അതും സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അതിന്റെ സെൻസിറ്റിവിറ്റി പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഹൈപ്പോ സെൻസിറ്റിവിറ്റി ആണ്. അത് വളരെ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെൻ എവർ വി ലൂസ് എ ടച്ച്, ഓർ വെൻ എവർ വി ഹാപ്പൻ ടു ഗെറ്റ് എ ടച്ച് വിച്ച് ഐ ഡിഡ് ലൈക്ക്, ഇമ്മീഡിയറ്റ്ലി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ഉണ്ടാകുന്ന ഒരു സിംറ്റമാണ് ഹൈപ്പോ സെൻസിറ്റിവിറ്റി. അല്ലെങ്കിൽ അത്രയും ഭാഗത്ത് നമ്പായിട്ട് പോകും, സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ട പോലെ തോന്നും. ആ നഷ്ടപ്പെട്ട പോലെയുള്ള തോന്നലിന്റെ കാരണം ഒരു പ്രകൃതി, ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് തിങ്. അത് കുറച്ചുകൂടെ വലിയ ആൾക്കാരിലേക്ക് വരുമ്പോഴത്തേക്ക് അത് വേറെ പല രോഗങ്ങളായിട്ട് നമുക്ക് വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അതിനെ ഹൈ സ്കിൻ പാറ്റേൺ ആയിട്ട് സെൻസിറ്റിവിറ്റി പാറ്റേൺ പറയുന്നത് സൂപ്പർഫിഷ്യൽ സ്കിൻ സെൻസിറ്റിവിറ്റി പാറ്റേൺ. അത് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി ഹൈപ്പോ സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ ഹൈപ്പോ സെൻസേഷൻ മറ്റേ ഡ്യൂറിങ് ഹീലിംഗ്. അതുകൊണ്ടാണ് എല്ലാ ഹീലിംഗ് ഫേസിലും, ഇപ്പോൾ ഏത് എക്സിമ ആയാലും, ഏത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ആയാലും, ഏത് രോഗത്തിലും നമ്മുടെ ഹീലിംഗ് ഫേസിലുള്ള സിംറ്റംസിനെ വെച്ചിട്ടാണ്, നമ്മൾ അതിന്റെ മാനിഫെസ്റ്റേഷൻ വെച്ചിട്ടാണ് ഒരു ഡയഗ്നോസിസിലേക്ക് പോകുന്നത്. അതിൻ്റെ അതെല്ലാം സെൻസേഷൻസ് ഓഫ് ഈച്ചിങ്, സെൻസേഷൻ ഓഫ് പെയിൻ, റെസ്റ്റ്ലെസ്നെസ്, എല്ലാ അസ്വസ്ഥതകളും, ബേണിംഗ്, ഹീറ്റ്, ഇറപ്ഷൻസ്, പ്രസൻസ് ഓഫ് മൈക്രോബ്സ്, ഇതെല്ലാം വരുന്നതിന്റെ കാരണമെല്ലാം അത് ഹീലിംഗ് ഫേസിലാണെന്നുള്ളതാണ്. അതുകൊണ്ട് ആ സമയത്താണ് നമ്മൾ ഹൈപ്പർ സെൻസിറ്റീവ് ആകുന്നത്. ഹൈപ്പോ സെൻസിറ്റിവിറ്റി ഡ്യൂറിങ്, അത് സ്കിന്നും സെപ്പറേഷൻ കോൺഫ്ലിക്റ്റും തമ്മിൽ വേറൊരു സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് പറയുകയാണെങ്കിൽ ഡിമെൻഷ്യ പോലെയുള്ള കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ലോസ്, വളരെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള മെമ്മറി നമുക്ക് പെയിൻഫുൾ ആണെങ്കിൽ, നേച്ചർ വിൽ പുട്ട് അസ് ഇൻ എ അൾഷൈമേഴ്സ് പൊസിഷൻ, അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഡിമെൻഷ്യ മോഡ്. എന്താണ്, യു ഡോണ്ട് വറി, യു ഡോണ്ട് തിങ്ക് സോ മച്ച് പെയിൻഫുൾ തിങ്സ്, ഒന്നും ചിന്തിക്കേണ്ട. യു ഗോ ഇൻ ടു എ ഡിമെൻഷ്യ മോഡ്, ഫോർഗറ്റ്ഫുൾ മോഡ്. ഇതിനു വേണ്ടിയിട്ട് പ്രകൃതി തനിയെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഡിമെൻഷ്യ എന്നുള്ളത്. എന്നെ ശ്രമിക്കുന്ന GNM പഠിക്കാത്ത ആർക്കും അറിയത്തില്ലെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയുവാണ്. അപ്പോൾ ഒരാൾക്ക്, എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ഞായറാഴ്ച സംഭവിച്ചതാണ്. ഞങ്ങളെല്ലാവരും കൂടെ കൂടി, ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഡോക്ടർ, നിങ്ങൾ അറിഞ്ഞായിരുന്നോ, ആള് വയസ്സായി, പുള്ളിക്ക് ഡിമെൻഷ്യ പിടിച്ചു. ഇല്ല, എനിക്ക് ആ വ്യക്തിയുടെ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എന്നെ ശ്രമിക്കുന്ന ബാക്കിയുള്ള ഒരു സുഹൃത്തുക്കൾക്കും അത് അറിയത്തില്ല. അതുകൊണ്ട് ഞാനത് പറയാൻ ശ്രമിച്ചിട്ടുമില്ല. പക്ഷെ നിങ്ങളത് പഠിക്കണം. എന്തുകൊണ്ടാണ് ഒരാൾ ഡിമെൻഷ്യ ആകുന്നത്? വെൻ ഹി ഹാസ് ഗോട്ട് സംതിങ് ടു ബി ഫോർഗോട്ടൺ. അത് വേണ്ട, അത് ഓർമ്മയിൽ നിൽക്കണ്ട എന്ന് പറയുന്ന സമയത്ത് പ്രകൃതി അയാളെ ഈ ഡിമെൻഷ്യ മോഡിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിന് പല പേരും കൊടുക്കും. എവിടെയോ ഇരുന്ന ഒരു വിദ്യാൻ അൾഷൈമർ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു, ഓ അൾഷൈമേഴ്സ് ഡിസീസ് എന്നുള്ള പേര് കൊടുത്തു. പോട്ടെ. അപ്പോ ഈ അനദർ ക്യാരക്ടറിസ്റ്റിക് എന്താണ് സംഭവിക്കുന്നത്? ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി എ കോൾഡ് സർക്കുലേഷൻ, അല്ലെങ്കിൽ പുവർ സർക്കുലേഷൻ. അതുകൊണ്ട് എന്താ, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകത്തില്ല, ഒരു കോൾഡ് ഫീലിംഗ് ഉണ്ടാവും. വെൻ എ പേഴ്സൺ ഈസ് വെരി വെരി സെൻസിറ്റീവ്, നെർവസ് ആയിട്ടുള്ള ഒരാളുടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് കോൾഡ് ഫീലിംഗ് വരും, ഐസി കോൾഡ് ഫീലിംഗ് ഒക്കെ വരും. ബട്ട് വെൻ ദ പേഴ്സൺ ഈസ് ഹീൽഡ്, അല്ലെങ്കിൽ ഹീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ കൈയൊക്കെ വാം ആയിരിക്കും. അത് വേറൊരു സംഗതിയാണ്. ഇനി ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി നിങ്ങൾ പറഞ്ഞത് എപ്പിഡെർമിസ് ആണ്, സെറിബ്രൽ കോർട്ടെക്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്.
അത് ന്യൂ ബ്രെയിനിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി ക്രാക്സ് അല്ലെങ്കിൽ ടിഷ്യൂ ഡിപ്ലീഷൻ. ഡ്യൂറിങ് ഹീലിംഗ് അത് റീപ്ലേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ഹീലിംഗ് സിംറ്റംസ് എല്ലാം കൂടെ വരുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ ക്രാക്സ്, ഫിഷേഴ്സ്, ഇക്തയോസിസ്, നിങ്ങൾക്ക് പലപ്പോഴും അറിയാം. ഇക്തയോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈ ഫീലിംഗ് ആണ്. നമ്മൾ പൊരിഞ്ച് എന്നൊക്കെ മധ്യ തിരുവിതാംകൂർ പറയുന്ന ഒരു വാചകമാണ് ഇക്തയോസിസ്. ലോങ് ഇന്റൻസ് കോൺഫ്ലിക്റ്റ്, സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് അത് വരുന്നത്. അത് ചിലപ്പോൾ തലമുറകളിലൂടെ വരുന്ന എവിടെയോ നമ്മുടെ തലമുറകളിൽ ആരൊക്കെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് അനുഭവിച്ചു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഡാൻഡ്രഫ്, അത് ഏതാണ്ട് ഫംഗസ് കയറി പിടിക്കുന്നതാണ്, ഒന്നുമല്ല, അല്ലെങ്കിൽ ഹെയർ ഫോൾ ഒന്നുമല്ല. ഇതെല്ലാം സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെയാണ് അലോപേഷ്യ. എത്രയോ അലോപേഷ്യ എനിക്ക് GNM പഠിച്ചതിന് ശേഷം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഹീൽ ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ, ഓൺലി ബിക്കോസ് ഓഫ് സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞുള്ളൂ, ഇതൊന്നും ഇപ്പൊ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല, ഇത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടൊരു പ്രേരണ തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് മാത്രമേ ഈ 1 മണിക്കൂർ കൊണ്ട് സ്കിൻ മുഴുവൻ കവർ ചെയ്ത് തീരുമ്പോൾ 1 മണിക്കൂറല്ല, കൂടുതൽ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിൽ നംനെസ് ഉണ്ടാകുന്നു. അപ്പോൾ സെൻസറി നംനെസ് ആണ്, അവിടെ സെൻസറി പാരാലിസിസ് ആണ്. അതുകൊണ്ട് അത് കുറച്ചുകൂടി ഇന്റൻസ് ആയിട്ട് വരുമ്പോൾ ആ വ്യക്തിയെ തന്നെ ഒരു മെമ്മറി ലോസിലേക്ക് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിൽ ഇടുന്നുണ്ട്. അത് തന്നെയാണ് ഡോക്ടേഴ്സ് പലപ്പോഴും, അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ആൻഡ് കൺവെൻഷണൽ മെഡിസിൻ എപ്പോഴും ADD, അറ്റൻഷൻ ഡെഫിസിറ്റ് എന്നൊക്കെ പറഞ്ഞ ഡെഫിഷ്യൻസി എന്നൊക്കെ പറയുന്ന, ലേണിംഗ് ഡിസബിലിറ്റീസ് ആയിട്ടൊക്കെ പറയുന്നു. ADD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസീസ് ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് വരുമ്പോഴത്തേക്കുമാണ് ഒരാൾക്ക് ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷൈമേഴ്സ് പോലെയുള്ള ഡിസീസസ് വരും. ഇനി ഹീലിംഗ് ഫേസിൽ എപ്പിഡെർമിസിൽ എന്ത് സംഭവിക്കുന്നു യാതൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാ ഇൻഫ്ലമേറ്ററി ഡിസീസെന്ന് നമ്മൾ പറയുന്ന എല്ലാം നമുക്ക് പറയേണ്ട കാര്യമില്ല. എവിടെയെല്ലാം സ്കിന്നിന് അൾസറേഷൻസ്, ഇച്ചിങ്, അതിന് അലർജി, അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ്, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, എക്സിമ, എന്തെല്ലാം പേരുകൾ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം എപ്പിഡെർമിസിലുള്ളതാണോ അവിടെയെല്ലാം എപ്പിഡെർമിസിലുള്ള കോൺഫ്ലിക്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്, ഹീലിംഗ് സ്റ്റേജിൽ അതെല്ലാം റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ റെഡ്നെസ് ഉണ്ടാകും, അവിടെ സ്വെല്ലിംഗ് ഉണ്ടാകും, അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും, ഇച്ചിങ് ഉണ്ടാകും, ഇറിറ്റേഷൻ ഉണ്ടാകും, ബ്ലിസ്റ്റേഴ്സ്, പെർഫോമേഷൻ എല്ലാം ഉണ്ടാകും, വണ്ണം ഉണ്ടാകും. PCLBയിൽ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോൾ നോർമൽ ആയിട്ടുന്ന സമയത്തിന് അവിടെ ഡ്രൈ ആകും ഈ അൾസറേഷൻ ചെയ്ത സ്ഥലത്തെല്ലാം. അപ്പൊ ഞാൻ ഓരോന്നിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നില്ല. നമുക്ക് ധാരാളം രോഗങ്ങളുടെ പേരുകൾ നമുക്കറിയാം എപ്പിഡെർമിസിനെ ബാധിക്കുന്നത്. സാധാരണ പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് ഒരു വിശദീകരണം ഇല്ലാതെ തന്നെ ഡെർമറ്റൈറ്റിസ് എന്ന് പറയും, എക്സിമ എന്ന് പറയും, ഹൈവ്സ് അല്ലെങ്കിൽ അർട്ടിക്കേരിയ എന്ന് പറയും. ഇതെല്ലാം എപ്പിഡെർമിസിലാണ്. കുറച്ചുകൂടി ഡീപ്പർ ലെവലിൽ പോകുമ്പോഴാണ് ഈ 4 ലെയറിലുള്ള ഡിഫറെന്റ് ലെയറിൽ, കാരണം ഇന്റൻസിറ്റി, ഡ്യൂറേഷൻ, ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ഏത് ലെയറിനെ ബാധിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അപ്പൊ അതുകൊണ്ട് വളരെ സൂപ്പർഫിഷ്യൽ ആണെങ്കിൽ മീസിൽസ് എവിടെയാണ് വരുന്നത്, റൂബല്ല, ജർമ്മൻ മീസിൽസ് എന്ന് പറയും, ചിക്കൻ ബോക്സ് എന്ന് പറയും, സോറിയാസിസ് എന്ന് പറയും. ഇതെല്ലാം നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് വിശദമായിട്ട് പോകുന്നില്ല. ഹെർപ്പിസ് എന്ന് പറയും, ലൂപ്പസ്, റോസേഷ്യ, ഇതെല്ലാം എപ്പിഡെർമിസിൽ ഉണ്ടാകുന്ന ഡിഫറെന്റ് ലെയറിലേക്ക് ഡിഫറെന്റ് ഇന്റൻസിറ്റിയിൽ വരുന്ന കോൺഫ്ലിക്ട്സ് എല്ലാം സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നോളജാണ് നമുക്ക് GNMലൂടെ കിട്ടുന്നത്. ഇനി ലോക്കലൈസ്ഡ് സ്കിൻ ഇറപ്ഷൻസ് വരുമല്ലോ, ലോക്കലൈസ്ഡ് സ്കിൻ റാഷസ് എന്ന് നമ്മൾ പറയും. ആ ഒരു പ്രത്യേക ഭാഗത്ത്, എന്തുകൊണ്ട് കയ്യിൽ മാത്രം, എന്തുകൊണ്ട് കായയിൽ മാത്രം, എന്തുകൊണ്ട് കാലിന്റെ അകം മാത്രം? കാരണം കൈയുടെയും കാലിന്റെ അകത്തുള്ള എപ്പിഡെർമിസ് ആണെന്ന് ഓർക്കണം. അത് തിക്കായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെയും വരുന്ന നമ്മൾ പ്ലാന്റാർ എക്സിമ എന്ന് പറയും, അല്ലെങ്കിൽ ഹാൻഡിലുള്ളത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, അലർജിക് ഡെർമറ്റൈറ്റിസ്, അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ്, ഇങ്ങനെ ധാരാളം പേരുകളെല്ലാം ഉണ്ട്. എല്ലാം ഒന്നാണ്, സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. എ ടച്ച് ഐ ഹാപ്പൻ ടു ഗെറ്റ് വിച്ച് ഐ ഡിഡ് ഇൻ ലൈഫ്, ഓർ ഐ ലോസ്റ്റ് എ ടച്ച് വിച്ച് ഐ എൻജോയ്ഡ് വെരി മച്ച്. അപ്പൊ അത് ഇൻസൈഡ് ആംസ്, ഇൻസൈഡ് ലെഗ്സ്. അപ്പൊ ഇൻസൈഡ് പാർട്ട് വരുമ്പോൾ ഐ ലോസ്റ്റ് എ ടച്ച്, ഐ ലവിങ് ടച്ച്, ഐ മിസ് ദ ടച്ച്, അല്ല എന്റെ കൈയുടെ ഈ ഹഗ്ഗിങ്ങില് പോയി, എനിക്ക് ഇഷ്ടമുള്ള ഒരു ടച്ച്, ഇഷ്ടമുള്ള ഒരു ഹഗ്ഗിങ് നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഔട്ട്സൈഡ് ആണെങ്കിൽ ഓൾവേസ് ഐ ഡോണ്ട് വാണ്ട് യുവർ ടച്ച്, യു ഗെറ്റ് ലോസ്റ്റ്,
ഗെറ്റ് എവേ ഫ്രം മീ. അത് ഫേസ്, ലിപ്സ്, ഓരോ ഭാഗത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് നിങ്ങൾക്കത് ഊഹിക്കാൻ പറ്റും. വളരെ എളുപ്പമാണ് ഈ അറിവ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫേസ് മൊത്തത്തിൽ പറയാം, എൻ്റെ മുഖത്തിന് ഇഷ്ടമില്ലാത്തത് എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയാം. ലിപ്സ്, ഈ കിസ്സിങ്ങിന്റെ കേസിലാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണ് നമ്മുടെ ലിപ്സ്. ഇപ്പൊ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ടച്ച് ചെയ്താൽ മതി, ഒരു സ്മോക്ക് ചെയ്താൽ മതി, അപ്പൊ എനിക്ക് ഇഷ്ടമില്ലാത്ത ടച്ച് ചെയ്താൽ മതി. ജെനിറ്റേലിയ അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ഒരു സ്പർശനം, ഇഷ്ടമില്ലാത്ത അത്, അല്ലെ ഇഷ്ടമുള്ളത് നഷ്ടപ്പെടുക, ഇതെല്ലാം ലോക്കലൈസ്ഡ് സെപ്പറേഷൻ കോൺഫ്ലിക്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ജനറലൈസ്ഡ് ആണെങ്കിൽ ദി കോൺഫ്ലിക്റ്റ് ഓൾസോ വിൽ ബി ജനറലൈസ്ഡ്. ഇപ്പൊ ഹെർപ്പീസിനെ കുറിച്ച് കുറെ ഇമേജസ് നിങ്ങൾക്ക് ലേണിംഗ് GNM-ൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോറി, ഇതതിന്റെ നമ്മൾ ഹോമൻകുലസ് എന്ന് പറയുന്നത്, അതായത് ബ്രെയിൻ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് അതിന്റെ കൺട്രോളിങ് സെന്റർ എന്ന് നമുക്ക് പറയുവാണ്. ഇപ്പം ഞാൻ പറഞ്ഞു സെൻസറി കോർട്ടെക്സ് ആണ്. അതിന്റെ സെൻസിറ്റിവിറ്റി പാറ്റേൺ ഞാൻ പറഞ്ഞു, അലോപേഷ്യ പറഞ്ഞു. അപ്പം ഇവിടെ ഈ പേഷ്യന്റിനെ സംബന്ധിച്ച് ലെഫ്റ്റ് സൈഡ് മാത്രമാണ്, റൈറ്റ് സൈഡിൽ ഒരു കുഴപ്പമില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് ഈസ് മദർ സൈഡ് അല്ലെങ്കിൽ ചൈൽഡ് സൈഡ് എന്ന്. അങ്ങനെ നമുക്ക് ആ ഒരു സൈഡ് കൊണ്ട് മാത്രം നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഇവിടെ വിറ്റിലിഗോയാണ്. വിറ്റിലിഗോ കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ടുള്ള സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡ് ഒൺലി ഈസ് അഫക്റ്റഡ്. അപ്പോൾ ഫാദർ ആവാം, പാർട്ട്ണർ ആവാം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ജെനിറ്റൽ ഹെർപ്പീസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ വീണ്ടും സോറി പറയുവാണ്, കാരണം ഈ പണവും ഞാൻ പറയുന്നത് തമ്മിൽ ചേരാതെ വരുന്ന ഇതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, ഇത് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് സമയത്ത് ഈ പറയുന്ന ഹൈപ്പർ എന്താ പറയുക, പിഗ്മെന്റേഷൻ അല്ല, ഇത് കെരാറ്റിനൈസേഷൻ ആണ്. അത് നമുക്ക് തൂത്താൽ പോകുന്ന, അല്ലെങ്കിൽ എളുപ്പത്തിൽ പോകും. മറ്റേതുപോലെയല്ല, കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ ജെനിറ്റൽ ഹെർപ്പീസ്, ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് പോവാണ്. സെക്ഷൽ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. സെക്ഷൽ റിജക്ഷൻ, സെക്ഷൽ അബ്യൂസ്, സെക്ഷൽ ഇൻഫെർട്ടിലിറ്റി, ഫിഡലിറ്റി, ഫിയർ, എക്സെട്ര. ഹീലിംഗിൽ ഹെർപ്പീസ് ഉണ്ടാവാം. ജെനിറ്റൽ ഹെർപ്പീസ്, ജെനിറ്റൽ ഡെർമറ്റൈറ്റിസ്, ഇങ്ങനെ പറയുന്ന എല്ലാം, ജെനിറ്റൽ വാർഡ്സ്, ജെനിറ്റൽ എല്ലാം ഇതിന്റെ അത് തന്നെയാണ്. സോറിയാസിസ് ഞാനൊരു പടം കാണിച്ചു തരാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാണ് പെനീസിന്റെ സ്റ്റെം, അല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റേണൽ ആയിട്ട് എപ്പിഡെർമിസ് മാത്രമുള്ളതൊന്നും ഈ പറയുന്ന പിഗ്മെന്റേഷൻ ഒന്നും, മെലനോമയൊന്നും വരത്തില്ല. അത് അതിന്റെ സ്റ്റെമ്മിലാണ് ഉണ്ടാകുന്നത്, അതിന്റെ അവിടെ ആണ് മാത്രം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് മറ്റു ഭാഗത്ത് വരുന്നില്ല. ഇതൊരു എൻലാർജ്ഡ് മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിൽ ആ പർട്ടിക്കുലർ ഭാഗത്ത് എന്ത് സംഭവിക്കുന്നു, ഡ്യൂറിങ് ഹീലിംഗിൽ എന്ത് സംഭവിക്കും. ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിൽ അത് കുറച്ചുകൂടെ ലിമിറ്റഡ് ആണെങ്കിൽ ഡിഫൈൻഡ് ആണ്. മറ്റേത് കുറച്ചുകൂടെ ഇഡിമാറ്റസ് ആണ് ഹീലിംഗ് ഫേസിൽ വരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിക്ക് ഉണ്ടാകുന്ന ഡെർമറ്റൈറ്റിസ് വെൻ ദ ചൈൽഡ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദി മദേഴ്സ് ബ്രസ്റ്റ്. ഇത് എർട്ടിക്കേരിയാണ്. ഇത് അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ആണെന്ന് സംശയം വന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഇത് ഡീപ്പർ ലെയർ ഓഫ് ദി എപ്പിഡെർമിസ് തന്നെയാണ്. ഇത് എരിസിപ്പിലസ് ആണ്. ഇതെല്ലാം സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. എപ്പിഡെർമിസ് ഇൻവോൾവ്മെന്റ് ആണ്. ഇത് നമ്മൾ പല പേരിൽ അറിയപ്പെടും. റോസേഷ്യ എന്ന് പറയും, ലൂപ്പസ് എറിത്തമെറ്റോസിസ് എന്ന് പറയും, പല പേരിൽ അറിയപ്പെടും. ഇത് ലൈം ഡിസീസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഇതും എപ്പിഡെർമിസിൽ മാത്രമുള്ള ഒരു സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന രോഗമാണ്. ഇത് മീസിൽസ് ആണ്, അല്ലെങ്കിൽ സ്കാർലറ്റ് ഫീവർ എന്ന് പറയാം. ഇതൊക്കെ ചിക്കൻ പോസ് അല്ല, വെസിക്കിൾസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇതിന്റെ മാനിഫെസ്റ്റേഷൻസ് ഏത് ലെയർ ഓഫ് ദി എപ്പിഡെർമിസിനെ ബാധിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ അതിന് പല പേരുകൾ കൊടുക്കുന്നത്. ഇതാണ് ടിപ്പിക്കൽ ആയിട്ടുള്ള സോറിയാസിസ്. ഇപ്പൊ സോറിയാസിസിൽ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ അകത്ത് ഫ്ലേക്കി, ഡ്രൈ, സ്കെയിലി ആയിട്ടുള്ള സിങ്ക് ആണ്. അതേപോലെ ആക്റ്റീവ് ആയിട്ടുള്ള ഈ റെഡ് ആയിട്ടുള്ള ഈ ബ്ലീഡിംഗ് ഉള്ള, വേദനയുള്ള, ചൊറിച്ചിലുള്ള ഭാഗങ്ങൾ കാണാം. എവിടെ സോറിയാസിസ് എന്താ സംഭവിക്കുന്നത്, സൈമൾട്ടേനിയസ്ലി ടു കോൺഫ്ലിക്ട്സ് അറ്റ് എ ടൈം. ഒരു കോൺഫ്ലിക്റ്റ് ഹീൽ ചെയ്യുവാണ്, പക്ഷെ വേറൊരു കോൺഫ്ലിക്റ്റ് സൈമൾട്ടേനിയസ്ലി വരുമ്പോഴാണ് നമ്മൾ അതിനെ സോറിയാസിസ് എന്ന് പറയുന്നത്. ടു സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് സൈമൾട്ടേനിയസ്ലി. വൺ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആയിരിക്കും, അതിവിടെ ഫ്ലേക്കി സ്കിൻ ഉണ്ടാവും, വൈറ്റ് സ്കിൻ. മറ്റടുത്ത് റെഡ് ആയിരിക്കും, അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പോൾ സിൽവറി സ്കെയിൽസ് ഓൺ റെഡ് സർഫസ്, അതാണ് നമ്മൾ സോറിയാസിസ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ജനറ്റിക് ആണ്. ഇതൊന്നുമല്ല, ഇതിൻ്റെ അകത്ത് ജനറ്റിക്സിനൊന്നും യാതൊരു പ്ലേയും ഇല്ല. ഇതെല്ലാം സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് എൽബോയിൽ വരുന്നത്, ഐ ഡോണ്ട് വാണ്ട് യു ഗെറ്റ് ലോസ്റ്റ്, ഐ ഡോണ്ട് വാണ്ട് ടു ടച്ച് യു എന്നാണ് ഇതിന്റെ കാരണം. വിറ്റിലിഗോ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്.
വിറ്റ്ലിഗോ പ്രൊഫൗണ്ട് അല്ലെ ഡീപ്പർ ആയിട്ടുള്ള സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ് നമ്മളതിനെ പറയുക. ബ്രൂട്ടൽ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് എന്നാണ് അതിന്റെ കാരണം പറയുന്നത്. ഒരു ഡെത്ത്, ഫാദർ മരിച്ചു, അതായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സ്പൗസ്, വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചു, ഇത് വൈഫാണ് മരണപ്പെട്ടു, അങ്ങനെയുള്ള കാരണം കൊണ്ട് വരാം. അപ്പോൾ അത് ഡീപ്പർ ലെയറിൽ അല്ലെ ബേസൽ ലെയറിലേക്ക് അത് അതിന്റെ കോൺഫ്ലിക്റ്റിന്റെ ഇന്റൻസിറ്റി കൂടുതലായതുകൊണ്ടാണ് അതിന് വൈറ്റ് പാച്ചസ് വരുന്നത്. അപ്പോൾ വൈറ്റ് പാച്ചസ് ഉണ്ടാകുന്നത് റിപ്പയർ ചെയ്യാവുന്നതാണ്. അത് അതിന്റെ കാരണങ്ങളൊക്കെ പറഞ്ഞ് ആ രോഗിയോട് അതിന്റെ കോൺഫ്ലിക്റ്റ് ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കും. വൈറ്റ് പാച്ചസ് ഡ്യൂ ടു മെലാനിൻ ലോസ് ആണ്, അവിടെ മെലാനിൻ പിഗ്മെന്റേഷന്റെ ലോസ് ആണ്. ബ്രൂട്ടൽ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ് റീപിഗ്മെന്റേഷൻ സ്ലോ ഇൻ PCLB. ചൈൽഡ്ഹുഡ് അതുമായിട്ട് ക്യാരക്ടറിസ്റ്റ് ആണ്. സ്കൂളിങ്, അല്ലെങ്കിൽ ഫാദർ സെപ്പറേഷൻ, മദർ ഗോയിങ് ടു ബാങ്ക്, ജോലി, സ്കൂളിൽ പോകുന്നു, ഇങ്ങനെയുള്ള സെപ്പറേഷൻസ് എല്ലാമാണ് മീസിൽസ്, റൂബല്ല, ചിക്കൻ ബോക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വരുന്നത്. അപ്പോൾ കുട്ടികളിൽ വളരെ കോമൺ ആയിട്ടുണ്ടാകുന്നവരെ പറയും ആ വൈറസ്, ചൈൽഡ്ഹുഡ് വൈറൽ ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ ഇതെല്ലാം പാവപ്പെട്ട രോഗികളെ പറ്റുകയാണ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത്. അപ്പം ശരീരത്തിൽ മൊത്തത്തിലാണ് ഒരു അഫെക്ഷൻ ഉണ്ടെങ്കിൽ ശരീരത്തിൽ മൊത്തത്തിൽ തന്നെയാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് എന്നുള്ള അർത്ഥം. നമ്മൾ വാട്സിലേക്ക് പോവുകയാണ്. നമ്മൾ ഇതിനകത്തൊരു പ്ലാന്റാർ വാർട്ടിന്റെ ഒരു പടം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും അവിടുന്ന് എടുത്തത് തന്നെയാണ്. ഇത് ഹെർപ്പിസ് ആണ്. ഹെർപ്പിസ് എപ്പിഡെർമിസ് ആണെന്ന് ഓർക്കുക. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നോർമൽ ആവും. ഇവിടെ ഹെർപ്പിസ് ഉണ്ടായിരുന്നു എന്നുള്ള യാതൊരു സൂചന ഇല്ലാത്ത രീതിയിൽ തന്നെ അത് ക്ലിയർ ആവാനായിട്ട് പറ്റും. ഇവിടെ ലിപ്സിൽ ഉണ്ടാകുന്നതാണ് പറഞ്ഞത്. ഏതൊരു ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു എ അൺവാണ്ടഡ് കിസ്, അല്ലെങ്കിൽ വാണ്ടഡ് എ കിസ് ഹി ഓർ ഷീ ഡിഡ് നോട്ട് ഗെറ്റ്, അങ്ങനെ വരാം. അല്ലെങ്കിൽ ഹാപ്പൻ ടു ടച്ച് സംതിങ്, ഒരു ഒരു സ്മോക്കിംഗ് ആകാം, അല്ലെങ്കിൽ എന്തും. നമ്മൾ പഠിച്ചതാണ് വൈറസ് ആണ്, ഹെർപ്പീസ് സോസ്റ്റർ വേറൊരു ടൈപ്പാണ്, ഹെർപ്പീസ് സിംപ്ലെക്സ് വേറൊരു ടൈപ്പാണ്, ഇങ്ങനെ പോലും പഠിച്ചിരുന്നത്. രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേക്കും പല്ലി കാഷ്ടം ഇട്ടാലുണ്ടാകും, ഇങ്ങനെ പഠിച്ചിരുന്ന കാര്യം ഉണ്ടായിരുന്നു. GNM പഠിച്ചതോടുകൂടി ഇതെല്ലാം ക്ലിയറായി. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ മണ്ടത്തരങ്ങൾ കൊണ്ടു നടക്കരുത് എന്നുള്ള ഒരു വിനീതമായ അപേക്ഷയാണ് എനിക്ക് നിങ്ങളോട് ചെയ്യാൻ, എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാരോട് പ്രത്യേകിച്ചും. ഓക്കെ, വാർട്ടിന്റെ കൂടെ പഠിക്കേണ്ട ഒരു ഞാനൊരു വാർട്ട് കാണിക്കാം. അത് പ്ലാന്റാർ, ഇത് ഹെർപ്പിസ് തന്നെയാണ്. ഇത് ക്യാൻസർ ആണെന്നൊക്കെയാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കിൻ എപ്പിഡെർമിസ് തന്നെയാണ്, പക്ഷെ അത് ഡീപ്പർ ലെവലിലേക്ക് പോകുന്നതുകൊണ്ടാണ് അത് സ്ക്വാമസ് ലെയർ അല്ലെങ്കിൽ ബേസൽ ലെയറിലേക്കൊക്കെ പോകുമ്പോൾ അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകൾ കൊടുക്കും. ഇത് മൊളസ്കം കണ്ടേജിയോസോ എന്ന് പറയുന്ന വളരെ കോമൺ ആയിട്ടുള്ള സാധനം. ഇതും വൈറസിന്റെ കൂട്ടത്തിലാണ് പെടുന്നത്. അതിന്റെ അവിടെ നിന്ന് കുത്തിയെടുക്കുമ്പോൾ വേറൊരു ടൈപ്പ് വൈറസ് ഉണ്ട്, അല്ലെങ്കിൽ വാർട്ടിന്റെ അകത്ത് നിന്ന് വേറൊരു വൈറസ് ഉണ്ട്. അതുകൊണ്ട് വെറുക്ക എന്ന് പറയും, മൊളസ്കത്തിന് വേറൊരു പേര് കൊടുക്കും. ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ മെഡിക്കൽ സയൻസ് പോകുമ്പോൾ ഇതൊന്ന് നിർത്തണമെന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ GNM പഠിച്ചിരിക്കണം. ഇത് വാർട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പ്ലാന്റാർ വാർട്ട് എന്നൊക്കെ പറയാം, കോൺ എന്ന് വേണേ വിളിക്കാം, എല്ലാം ഒന്ന് തന്നെയാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്പർശനം, ഐ ഡോണ്ട് ലൈക്ക് ടു ബി ഓൺ ദിസ് ലാൻഡ്, അല്ലെ ഈ സ്കൂളിൽ എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞതല്ലേ എന്നെ എന്തിനാ ഈ സ്കൂളിലേക്ക് വിട്ടത്, എനിക്ക് ഈ സ്ഥലം ഇഷ്ടമില്ല, ഈ റൂട്ടിൽ ഇതിലൂടെ നടക്കുന്ന എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടി വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജീവിതത്തിലെ പാഷൻ എന്ന് പറഞ്ഞ ഡാൻസാണ്. പക്ഷെ കല്യാണം കഴിച്ചതോടുകൂടി അമ്മായിമ്മ ഇവളുടെ ഡാൻസ് എന്ന് പറഞ്ഞ് എന്നും കളിയാക്കലും കുത്തലുമാണ്. അപ്പൊ അവളുടെ ഡാൻസ് കളിക്കാനുള്ള മോഹം ഇല്ലാതെ ആയതോടുകൂടിയാണ് പ്ലാന്റാർ വാർട്സ് ഉണ്ടായത്. അങ്ങനെ എല്ലാം ഒത്തിരി ഒത്തിരി കേസുകളുണ്ട്, അതിലേക്ക് പറയുന്നില്ല, സമയം കൂടുതലെടുക്കും. അപ്പോൾ വാർട്ടും മോളസ്കവും പറഞ്ഞു, പാപ്പിലോമ വൈറസ് ആണെന്ന് പറയും, പ്ലാന്റാർ വാർട്സ്, കോൺസ്. ഇത് ഏത് ലെയറിലേക്ക് എത്ര ഇന്റൻസ് ആണ് കോൺഫ്ലിക്റ്റ് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഈ വാർട്ടാണോ കോണാണോ അല്ലെങ്കിൽ അത് വെറുതെ ഡെർമറ്റൈറ്റിസ് ആണോ എന്നൊക്കെയുള്ള വിവിധ പേരുകൾ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം പ്രഷർ പോയിന്റ്സ്, നമ്മൾ പലപ്പോഴും ഷൂ ബൈറ്റ് എന്നൊക്കെ പറയുന്ന അവിടെയെല്ലാം ഈ തിക്കനിങ് ഉണ്ടാവും. കോൺഫ്ലിക്റ്റ് വാണ്ടിങ് ടു ലീവ്, നോട്ട് ടു ലീവ് എ പ്ലേസ്, ഷൂസ്, ബൂട്ട്സ്, ട്രാക്സ്, അനിമൽസ്, അൺവാണ്ടഡ് മൂവ്. സോ ഇതിന് നമ്മുടെ GNM-ൽ ഒരു ക്യാൻസറും ഇല്ലെന്നുള്ളത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാത്തിനും ഓരോ പേര് കൊടുക്കുക. ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് ഉള്ളപ്പോൾ ഹീലിംഗ് അതുപോലെ തന്നെ നീണ്ടു നീണ്ടു പോകുമ്പോൾ അതിനെല്ലാം പിടിച്ച് ക്യാൻസർ ആക്കും. അതുകൊണ്ട് ബേസൽ സെൽ കാർസിനോമ എന്ന് പറയും, സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറയും. ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ധാരാളം ക്യാൻസറുകളുണ്ട് സ്കിന്നിൽ. ഇതൊന്നും ക്യാൻസറുകളല്ല, കാരണം ഇതെല്ലാം ഈ പറയുന്ന സെപ്പറേഷൻ കോൺഫ്ലിക്റ്റിന്റെ ആ ഫ്രെയിംവർക്കിൽ നമുക്കെല്ലാം വിശദീകരിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ബേസിലിയോമ, ബേസൽ ലെയർ അല്ലെ ബ്രൗണിഷ് ഗ്രോത്ത് വരുമ്പോൾ മെലനോ ഫോർസ് കൂടുതലായിരിക്കും. സ്ക്വാമസ് കാർസിനോമ അപ്പർ എപ്പിഡെർമലാണ്.
എല്ലാം ഹീലിംഗ് ഫേസിലാണ് ഈ പറയുന്ന ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നത്. ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ഞാൻ പറഞ്ഞു, നംനെസ് ആണ് അവിടെ നമ്മൾ ഈ നോട്ടീസബിൾ അല്ലാത്ത ഡിസ്ട്രക്ഷൻ ആണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ക്രാക്സ് ഉണ്ടായാൽ അതൊന്നും നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ല. എല്ലാ സിംറ്റംസും ഉണ്ടാകുന്നത് എപ്പിഡെർമിസിന്റെ കേസിൽ ഹീലിംഗ് സ്റ്റേജിലാണ്. ഇപ്പൊ സ്ക്ലീറോഡെർമ എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ഹാങ്ങിങ് ഹീലിംഗ് ആണ്. അവിടെ സ്കിന്നിന്റെ ഹാർഡനിങ് ഉണ്ടാവും. ഞാൻ ഒരു സ്ക്ലീറോഡെർമ കേസ് കാണിക്കാം. ഇത് സ്ക്ലീറോഡെർമയാണ്. കാരണം ഇത്രയും ഭാഗത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈ ആണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്ത് തീരുന്നില്ല, കംപ്ലീറ്റ് ആകുന്നില്ല. അതുകൊണ്ട് ഹാങ്ങിങ് ഹീലിംഗ് ആണ്. അപ്പൊ അവിടെ സ്കിൻ ഹാർഡൻ ചെയ്യുവാണ്. അപ്പൊ ലോക്കലൈസ്ഡ് ആണ്, ചിലപ്പോൾ ജനറലൈസ്ഡും വരാം. അപ്പൊ അതിന്റെ ഒക്കെ കാരണം സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്, എപ്പിഡെർമിസ് ആണെന്നുള്ളത് ഓർക്കുക. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ഈ കട്ടി വെക്കുന്നതിൻ്റെ ഒരു കാരണം അതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ചെറിയ 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 കണക്റ്റീവ് ടിഷ്യൂവും അഫക്റ്റഡ് ആയിരിക്കും. അത് ഞാൻ പറഞ്ഞു, ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ പലർക്കും കാണിക്കാനായിട്ട് പ്രയാസം. ഇപ്പോൾ സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന കണക്റ്റീവ് ടിഷ്യൂ കൂടെ ഇൻവോൾവ് ആണ്. അപ്പം ഞാൻ നിർത്തുകയാണ്. അപ്പം ടിഷ്യൂ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ജെർമിനൽ ലെയർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ കൊറിയം സ്കിന്നും എപ്പിഡെർമിസുമാണ് നമ്മൾ രണ്ടായിട്ട് പഠിച്ചത്. രണ്ടിന്റെയും കോൺഫ്ലിക്റ്റ്, അറ്റാക്ക് കോൺഫ്ലിക്റ്റ്, സോയിൽഡ് കോൺഫ്ലിക്റ്റ്, ഡിസ്ഫിഗർമെന്റ് കോൺഫ്ലിക്റ്റ് ഇൻ ദ കേസ് ഓഫ് കൊറിയം സ്കിൻ. എപ്പിഡെർമിസിന്റെ കേസിൽ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. എന്തുകൊണ്ട് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ്. ലാറ്ററാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോണിക് ആകുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദി റിലാപ്സിങ് അല്ലെ കണ്ടിന്യൂവേഷൻ ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് ട്രാക്സ്. അതുകൊണ്ട് തന്നെ പിന്നെയും അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ 5 വർഷം, 10 വർഷം, 17 വർഷം, ഞാൻ 35 ആണോന്ന് ഞാൻ ഓർക്കില്ല, 16 ഇയേഴ്സ് പഴക്കമുള്ള സ്കിൻ ഡിസീസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ക്യാൻസർ പോലെയൊക്കെ തന്നെ ഇരിക്കും പ്രൈവറ്റ് ഭാഗത്ത്, ഗ്രോയിൻസിലൊക്കെ ഉള്ളത്. അതൊക്കെ അങ്ങനെയുള്ളതെല്ലാം ക്യാൻസർ. അത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ കുത്തിയെടുത്ത് പരിശോധിച്ചാൽ ഇത് ക്യാൻസർ ആണെന്ന് പറയും. ബിക്കോസ് അങ്ങനെയാണ് ക്യാൻസറിന് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ സ്കിന്നിനെ വളരെ എളുപ്പമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അതിന്റെ ടൈം ലൈൻ ഇമ്പോർട്ടൻറ്റ്. എന്നാണ് തുടങ്ങിയത്, അന്ന് എന്ത് സംഭവിച്ചു, അന്ന് എന്താണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തത്, ടച്ച് ചെയ്തത്. ഗേൾസിന്റെ സമയത്ത് ബാഡ് ടച്ച് സംഭവിച്ചോ, അല്ലെങ്കിൽ സെപ്പറേഷൻ സംഭവിച്ചോ, ഒരു ബ്രേക്കപ്പ് ആവാം, അല്ലെങ്കിൽ അൺവാണ്ടഡ് ടച്ച്, അത് പ്രൈവറ്റ് ഏരിയയിൽ സെക്ഷലി സ്റ്റിമുലേറ്റ്, ബ്രസ്റ്റില്, ലിപ്സില്. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ അൺവാണ്ടഡ് ടച്ച് എല്ലാം ഇതിന്റെ കാരണമാവാം. ലോസ്റ്റ് ടച്ച്. അപ്പം ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് രോഗങ്ങൾ എന്ന് പറയുന്ന പ്രതിഭാസങ്ങളെല്ലാം ഈ ഭൂമിയിലേക്ക് ദൈവം തന്നിട്ടുള്ളത് എന്ന് പറയുന്നത് മനസ്സിലാക്കുന്ന വളരെ 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 സാന്ത്വനം, നമുക്ക് സന്തോഷം, സമാധാനം. രോഗത്തെക്കുറിച്ച് ഒരു പേടിയും വേണ്ട. നിങ്ങൾ പേടിക്കാതിരിക്കുക. നിങ്ങളുടെ അടുത്ത് വരുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ആയാലും സുഹൃത്തുക്കളെ ആയാലും രോഗികളെ ആയാലും നിങ്ങൾ ഒരിക്കലും പേടിപ്പിക്കരുത്. പേടിപ്പിക്കാതെ നിങ്ങൾ അവർക്ക് സാന്ത്വനം കൊടുക്കണം. അല്ല അയ്യോ ഇത് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ആയി പോകും, അത് അങ്ങനെ പറയുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സാന്ത്വനം കൊടുക്കാൻ പറ്റും. കാരണം ഇഫ് യു നോ ദി ട്രൂത്ത്, അത് നിങ്ങൾ പഠിക്കണം. അത് നിങ്ങളുടെ കടമയാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പൊ കോൺഫ്ലിക്റ്റ് മനസ്സിലാക്കുക, സ്കിന്നിന്റെ ലെയർ മനസ്സിലാക്കുക, ഏത് ലെയറിലാണ് അഫെക്ഷൻ ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സമയം വളരെയധികം, ഇപ്പൊ എല്ലാ ദിവസവും 1.5 മണിക്കൂർ പോകുന്നത് പോയി ഞാൻ കുറച്ചുകൂടെ അടുത്ത ദിവസം മുതൽ കുറച്ചുകൂടെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചു കളയാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. അവശേഷിച്ചിരിക്കുന്ന 18 പേരുണ്ട്, 3 ചാറ്റ് ഉണ്ട്, ഞാനൊന്ന് നോക്കിക്കോട്ടെ. Very true, doctor. My father is dementia patient. Thank you. Been to that. എനിക്ക് എത്ര വേണേലും ഡിമെൻഷ്യ കേസുകൾ പറയാനുണ്ട്, കേസസ് പറയാനുണ്ട്. പക്ഷെ ഞാനിപ്പോ പറയുന്നില്ല, സമയം ഒത്തിരി കഴിഞ്ഞു പോയി. കഴിഞ്ഞ ഞായറാഴ്ച സംഭവിച്ച കാര്യമാണ്. ഞങ്ങളുടെ ഒരു വളരെ പ്രിയപ്പെട്ട സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. പക്ഷെ സുഹൃത്തുക്കളെല്ലാം എൻ്റെ എല്ലാ ഹോമിയോ ഡോക്ടേഴ്സാണ് പറയുന്നത്, വയസ്സായവരൊക്കെ ഓരോ സ്ഥലത്ത് എന്താ പറയുക, ഒരു വാക്ക് ഉപയോഗിച്ചു, സൈഡായി എന്ന് പറയും. സങ്കടം തോന്നി. വയസ്സായവരൊക്കെ ഓരോ സ്ഥലത്ത് സൈഡായി പോയി. ഇല്ലെന്നേ, വയസ്സായവരൊന്നും സൈഡ് ആവത്തില്ല. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. അതിനകത്ത് അല്പം സ്പിരിച്വാലിറ്റി ഒക്കെ വേണം. ദൈവമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്. എനിക്കൊരു കൊച്ചുമകനെ കാണണം, അല്ലെ എൻ്റെ മകനെ പോലും കാണാൻ പറ്റുന്നില്ല. അവന് അച്ഛനെ വന്ന് കാണാൻ, അല്ലെങ്കിൽ ഒന്ന് വീഡിയോയിൽ വന്ന് ഒരു കാണാൻ പോലും ഇല്ല. ഐ ലോസ്റ്റ് ഹിം. അപ്പം കരഞ്ഞിരിക്കാതെ ഒറ്റപ്പെടുന്ന സമയത്ത് പ്രകൃതി പറയും,
നീ വിഷമിക്കണ്ട, നീ ഡോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ് തിങ്, ഫോർഗെറ്റ്ഫുൾ. അപ്പൊ ഡിമെൻഷ്യ എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ആ വ്യക്തിയെയും ഒക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. DFSP എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മോട്ടോ എന്നുള്ള പേരിലാണ് ആള് വന്നിരിക്കുന്നത്. ദയവേത് നിങ്ങൾ ഒന്ന് വീഡിയോ ഒക്കെ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ പേരെങ്കിലും തരിക. ആരാണ് ഇത് കേൾക്കുന്നത്? മോട്ടോ G85 5G 225. സലീം കുമാർ ആണോ? അല്ല, അദ്ദേഹം പേരോട് കൂടിയാ വന്നിരിക്കുന്നത്. DFSP എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരാളത്ത് താങ്ക് യു സാർ പറഞ്ഞു. 3 ചാറ്റേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ആർക്ക് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം, ഞാൻ തയ്യാറാണ്. സമയം ഒത്തിരി അതിക്രമിച്ചു. ആരെങ്കിലുമൊക്കെ GNM ഒത്തിരി ക്ലാസ്സുകൾ നമ്മുടെ കഴിഞ്ഞു, എല്ലാം അപ്ലോഡ് ചെയ്തിട്ടില്ലെന്നാണ് ഡോക്ടർ അനിത പറഞ്ഞത്. അനിതയും തിരക്കാണ്, ഞാനും തിരക്കാണ്. എങ്കിലും ഞാൻ എന്നാലാവുന്ന പോലെ ചുരുങ്ങിയ സമയം കൊണ്ട് തിരക്കിന്റെ അല്ല, എന്റെ ഫോണ് സ്റ്റക്കായി പോയിരിക്കുക. അതിനൊന്ന് ശരിയാക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു ഫുൾ ഡേ നമുക്ക് എന്റെ ഫോണൊന്ന് കാരണം മാറ്റി ഞങ്ങള് പിടിച്ചാലേ അടുത്ത ആഴ്ചയോട് കൂടി ഞങ്ങൾ ശരിയാണ്. ഒന്ന് ആകെ ഒന്ന് റിവാമ്പ് ചെയ്യുവാണ്. അപ്പോ ഞങ്ങളെല്ലാം യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ എൻ്റെയും ഡോക്ടർ ശശിയുടേതായിട്ടുള്ള മലയാളത്തിലുള്ള വീഡിയോസ് എല്ലാം ഒരു പ്രത്യേക പ്ലേലിസ്റ്റിൽ ഇട്ടിട്ട് ആർക്ക് വേണേലും ഫ്രീ ആയിട്ട് യൂട്യൂബിലൂടെ ഈ GNM പഠിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് അറിയത്തില്ല, ഒരു 440 ഓഡിയോ ക്ലിപ്പിംഗ്സ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ശശിയെ വിളിക്കുമ്പോഴത്തേക്കും CJയുടെ വർഗീസിന്റെ ഓഡിയോ കേട്ടുകൊണ്ടാണ് ഞാൻ നടക്കാൻ പോകുന്നത് എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇപ്പം ഓവർസീസ് പേഷ്യൻ്റ് അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള പലരും വിളിച്ചു പറയാറുണ്ട്, രാവിലെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഡോക്ടറുടെ വീഡിയോ അല്ല ഓഡിയോ ഒക്കെ കേട്ടോണ്ടാണ്. ഒക്കെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ GNM ഈസ് നോ മോർ ജർമ്മൻ ന്യൂ മെഡിസിൻ. അതിന്റെ ന്യൂനെസ് ഒക്കെ പോയി. കാരണം ഒത്തിരി രാജ്യങ്ങളിലുള്ളവർ പഠിക്കുകയാണ്. ഡെയിലി നമുക്ക് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ മടിച്ചു നിൽക്കുവാണെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യുന്ന ഒരു മോശമാണെന്നാണ് പറയുന്നത്. DFSP എന്ന് പറഞ്ഞാൽ ഡെർമറ്റോ ഫൈബ്രോ സാർക്കോമ പ്രൊട്രൂബറൻസ്. ഡെർമറ്റോ ഫൈബ്രോ സാർക്കോമ പ്രൊട്രൂബറൻസ്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ അറിയാം ഡെർമറ്റോ ഫൈബ്രോ, അപ്പൊ അതിന്റെ കണക്റ്റീവ് ടിഷ്യൂ ഇൻവോൾവ് ആയിരിക്കും. പിന്നെ എന്താണ്? സാർക്കോമ. അത് പിന്നെ GHK ഇല്ല. കണക്റ്റീവ് ടിഷ്യൂ ഉള്ളതുകൊണ്ടാണ് സാർക്കോമ. എല്ലാം സ്കിന്നിലാണെങ്കിൽ ഷോർട്ട് ഫോമിലല്ലേ സാറേ? അങ്ങനെ പിന്നെ ഓരോ ദിവസവും ഓരോന്ന് പുതിയത് വരും. പിന്നെ ഇപ്പൊ സലീം കുമാർ ഗൂഗിളിലോ ChatGPT-യിലോ ഒക്കെ അല്ല നോക്കിയിട്ട് സാറേ, ആ ചാറ്റ് വന്നതേ ആളുടെ പേര് അല്ല 85 ആളാരാന്ന് എനിക്ക് അറിയത്തില്ല. നോക്കിയില്ല, ആരും ഇട്ടെന്ന് എനിക്കറിയില്ല. മോട്ടോ ജി എസ് മോട്ടോ G85 5G DFSP. ദയവേത് മനസ്സിലാക്കാൻ പറ്റാത്തത്. സൂമിലൊക്കെ കയറുമ്പോ ദയവേത് ഒരു നമ്മുടെ ഐഡന്റിറ്റി ഒക്കെ ഒന്ന് അറിയിക്കുക. ഒരു കുഴപ്പമില്ലെന്നേ. സൂപ്പർഫിഷ്യൽ നിയോപ്ലാസം വിത്ത് ഫൈബ്രോബ്ലാസ്റ്റിക് ഡിഫറൻഷിയേഷൻ. ഇതൊന്നും നമ്മുടെ കാഴ്ചപ്പാടല്ല. അല്ല, GHK-യുടെ അതെന്താണെന്ന് ഏഴയലോകത്തില്ലാത്ത പറഞ്ഞതേ ഉള്ളൂ. കാഴ്ചപ്പാടാണ് എന്നുള്ളത് അല്ലാതെ മനസ്സിലാക്കുക. എന്താണെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോ എന്നെ ശ്രമിക്കുന്ന അവശേഷിച്ചിട്ടുള്ളവര് കൂടുതൽ പഠിക്കണം. പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റിമുലേഷൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ പഠിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടില്ല. കാരണം 1 മണിക്കൂറുണ്ടോ 1.5 മണിക്കൂറുണ്ടോ സ്കിൻ മുഴുവൻ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന കേസുകൾ പലപ്പോഴും സ്കിന്നാണ്. സ്കിന്നിന്റെ വളരെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ പോലും ഇങ്ങനെ ഒരു പുതിയ ശാസ്ത്രം വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നറിയുമ്പോൾ സങ്കടമുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഒത്തിരി അല്ലെ സലീം പറയാം, നമ്മൾ ഇതൊക്കെ ഒത്തിരി നന്നായിട്ട് പരിചയപ്പെട്ടു. ഈ സങ്കടങ്ങളിലൊന്നും ഒരു കാര്യമില്ല. അപ്പോ അല്ല, ഒത്തിരി ഇതില് ചെറുതായിട്ടൊന്ന് അഹങ്കരിക്കുക. കാരണം വെച്ചാല് നമ്മൾ പ്രായം കൊണ്ട് മുമ്പിലാണെങ്കിൽ അവരെക്കാളൊക്കെ ചെറുപ്പം, ഈ പുതിയ സാധനങ്ങൾ പഠിക്കുന്ന ചെറുപ്പക്കാരല്ലേ. ചെറുപ്പക്കാരൊക്കെ പഴയ സാധനങ്ങൾ പഠിക്കുകയും പ്രായമുള്ളതാക്കി. അപ്പൊ അത്രേ ഉള്ളൂ. ഈ പ്രായമുള്ളവരും പഠിക്കുകയാണ്. പ്രായമുള്ളവർ കാരണം ഞാൻ പുതിയ സാധനം പഠിക്കുന്നു.
ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പഠിക്കുകയാണ്. പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കൂടുതൽ പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കും സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളൊരു സംശയം ചോദിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. നിങ്ങളുടെ വീട്ടിലുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ പഠിക്കും. സുഹൃത്തുക്കളോട് പങ്കുവെക്കുമ്പോൾ പഠിക്കും. സുഹൃത്തുക്കളെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പഠിക്കും. അല്ലാതെ എനിക്ക് കിട്ടിയത് എനിക്ക് മാത്രം എന്നുള്ള രീതിയിലാണെങ്കിൽ പ്രയാസമാണ്. എന്തായാലും നമുക്ക് നിർത്താം. ആരും ഇല്ലല്ലോ. സാറേ വന്ന എല്ലാവർക്കും, പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. സാറിന് സാറിന് വളരെ അതുപോലെ ഞങ്ങൾ എല്ലാവരും കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സാർ. അനിതയോട് വളരെയധികം നന്ദിയുണ്ട്. എന്നും തീരാത്ത നന്ദിയുണ്ട്. കാരണം അനിത, ഞാൻ എപ്പോഴും പറയുന്നത്, അനിത എടുത്തിട്ടുള്ള ഒരു വലിയൊരു നടപടിയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ളൊരു വെന്യൂ ഉണ്ടാക്കിയത്. വേറെ വെന്യൂ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ മലയാളികളുടെ അടുത്ത് മലയാളത്തിൽ മറ്റേത് ഫുള്ളാണ് ഓൾമോസ്റ്റ് മിക്ക ദിവസം. ഇപ്പം നാളെ ഒരു ക്ലാസ് ഉണ്ട്, വ്യാഴാഴ്ച ഞങ്ങളുടെ GNM കോർ മീറ്റിംഗ് ഉണ്ട്, വെള്ളിയാഴ്ച ഇനി ശശിയുടെ ക്ലാസ് ഉണ്ട്, ഞായറാഴ്ച ഉണ്ട്. അപ്പം തിരക്കിൽ തന്നെയാണ്. എങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുകയും അതിലേക്ക് എനിക്കൊരു അവസരം തന്നതിന് ഞാൻ അനിതയോട് വലിയ നന്ദിയുള്ള ആളാണ്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. What's gentle, bright, and works in 60 seconds? This Super Glow